ദൈവത്തിന്റെ അതിപരിശ്രമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ ഇന്ന് സ്വർഗ്ഗത്തിലെ കർത്താവ് നമുക്കായി ഒരുക്കി തന്ന ആ വലിയ ദൈവത്തിന്റെ കൃപയെ, ആ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വവും അനുഗ്രഹവും ആ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ആർക്ക് അനുഭവിക്കാം? നമുക്ക് ഓരോരുത്തർക്കായി അനുഭവിക്കാൻ കഴിയും. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ വലിയ അല്ലെങ്കിൽ സ്നേഹമാണ് ഇന്ന് പകൽ ദൈവം നമ്മളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം. 2025 സ്തോത്രം. ഇനി അധിക ദിവസങ്ങളൊന്നും നമ്മുടെ മധ്യയിലില്ല. 10 ദിവസം കഴിയുമ്പോൾ 2025 നമ്മളിൽ നിന്ന് വിട്ടുമാറും. നമ്മൾ പുതിയ വർഷത്തിലേക്ക് വരും. ഈ വർഷം ആരംഭിച്ചപ്പോൾ അനേകർ ഈ വർഷത്തിന്റെ അവസാനം കാണാതെ ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സ്തോത്രം, നമ്മളെ ഓരോ ദിവസവും ആരോഗ്യം, ബലം, ആയുസ് നൽകി, നന്മ നൽകി, സമ്പത്ത് നൽകി നമ്മളെ ദൈവം ഈ 2025 അവസാനം വരെ ദൈവം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് ഞാൻ വിളിച്ചു പറയാം. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ട്. ഇന്ന് പകല് ഹൃദയത്തിനകത്ത് ദൈവസഭയെ കൊണ്ട് പ്രാർത്ഥിച്ചു പറ, ദൈവത്തിന് നെഞ്ചിലോട്ട് കൈവച്ചിട്ട് പറ, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്റെ കുടുംബത്തെ കുറിച്ച് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിശ്ചയമായി എന്റെ തലമുറ അനുഗ്രഹപ്പെടും. നിശ്ചയമായി ഞാനൊരു അനുഗ്രഹമായി തീരും. 2026 എന്റെ അനുഗ്രഹത്തിന്റെ വർഷമായി തീരും. 2026 ദൈവം പറഞ്ഞിരിക്കുന്ന ആലോചന പ്രാപിക്കുന്ന ഒരു വർഷമായി തീരും. അതിന്റെ തലയിൽ എല്ലാ ശത്രുക്കളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ മാറട്ടെ. പാരമ്പര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിട്ടുമാറട്ടെ. ബലഹീനങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ആത്മാവിന്റെ ആരാധനയോട്, ബലത്തോട്, ശക്തിയോട് ഈ 2026 കയറുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി സ്തോത്രം. ഇനി 10 ദിവസം ബാക്കി നിൽക്കുകയും 2025 അപ്പോൾ 365 ദിവസത്തിനകത്ത് അപ്പോൾ ഇനി കർത്താവേ 10 ദിവസം ബാക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതി കൊണ്ട് ഈ പുതുവർഷം, ഈ വർഷം തീരുന്നത് ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ സാക്ഷ്യമായി പുതുവർഷത്തിലേക്ക് ഞാനും എന്റെ കുടുംബവും കയറും, എന്റെ തലമുറ കയറും. അപ്രകാരം സ്വർഗ്ഗത്തിലെ ദൈവം എന്നെയും എന്റെ തലമുറയും അനുഗ്രഹിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ശത്രുവിന്റെ മുഖത്തെ ഉടച്ചു മാറ്റും. നിന്ന പരിഹാസങ്ങളെ, അപമാനങ്ങളെ എടുത്തു മാറ്റും. ദൈവം ഞങ്ങളെ വാഗ്ദത്തം നിവർത്തിയാക്കുന്നു. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തെ മഹത്വം കാണുവാൻ, അനുഭവിക്കുവാൻ ദൈവം കൃപ പകർന്ന് ഓർത്ത് അതിനോട് സ്തുതിക്കും. ആ ദൈവത്തിന്റെ സകല മഹത്വത്തിന്റെ പകരം വെളിപ്പെടാട്ട്, ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ട്, ഓരോ തലമുറകളിൽ വെളിപ്പെടാട്ട്, ഓരോ വ്യക്തിയുടെ മേൽ വെളിപ്പെടാട്ട്. ആ വലിയ അനുഗ്രഹങ്ങൾ എന്ന് പകരം കർത്താവ് പകർന്നതിനായി സ്തോത്രം. ആമേൻ, ആമേൻ. ഒന്ന് കരങ്ങളോട് ദൈവത്തെ സ്തുതിച്ചേ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചേ. ഈ 2025 നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവസാന ബന്ധം വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ. ഓരോ ഞായറാഴ്ചയും കൊണ്ടുവരുമ്പോൾ അത് തന്നെ പറയേണ്ടത്. ഏത് ഭാരത്തിൽ, ഞാൻ ഒരു കാര്യം പറയാം, ഏത് പ്രയാസമാവട്ടെ, ഏത് പ്രതികൂലമാവട്ടെ, ഞായറാഴ്ച ദിവസം നീ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ആരെയും ഏൽപ്പിച്ചോണം. കർത്താവിനെ ഏൽപ്പിച്ചിട്ട് അങ്ങ് ഫ്രീ ആയിക്കോണം. മൈൻഡിനെ അങ്ങ് ഫ്രീ ആയിക്കോണം. അന്നിരിക്കുമ്പോൾ ഓർക്കണം, ദൈവം എന്റെ മൈൻഡ് കഴിഞ്ഞ ആഴ്ചകൾ, ദിവസങ്ങളെല്ലാം പല ഭാരങ്ങളും, പ്രയാസങ്ങളാ ടെൻഷൻ അടിച്ച് ആ മനസ്സ് ഭാരമെല്ലാം ഞാൻ എന്റെ കർത്താവിൽ ഏൽപ്പിക്കും. കർത്താവിൽ ഏൽപ്പിച്ചിട്ട് ഇന്ന് എന്റെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കേണ്ട കാര്യം എന്തുവാ? ഞാൻ ഇരിക്കുന്ന ദൈവത്തിന്റെ പാദപീഠത്തില്ല, ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്നതോ. എനിക്ക് ദൈവത്തെ ആരാധിച്ചേ പറ്റും. ഈ ആരാധിക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ എനിക്ക് ഓർമ്മയെ കൊണ്ടുവരുന്നത് അതൊന്നും എനിക്ക് വിഷയമല്ല. കാര്യം എന്തുവാ? ഇതെല്ലാം മാറ്റുന്ന ദൈവത്തിന്റെ പാദപീഠത്തിൽ ഞാൻ ഇരിക്കുന്നത്. ഏത് പ്രശ്നത്തെ മാറ്റുന്ന, ഏത് പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ദൈവത്തെ മനസ്സുകൊണ്ട് ആരാധിക്കാൻ പറ്റണം. എനിക്ക് മനസ്സുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം. എനിക്ക് മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പറ്റണം. എനിക്ക് മനസ്സുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ദൂതിനെ എനിക്ക് ഏറ്റെടുക്കാൻ പറ്റണം. ആ വചനത്തിന്റെ ദൂത് പ്രാപിച്ച് അപ്പോൾ ഞാൻ ഏത് ഭാരത്തിലേക്ക് വന്നത് ആ ഭാരത്തെ ജയിച്ച് എനിക്ക് ഇവിടുന്ന് മടങ്ങിപ്പോകാൻ പറ്റണം. അതിനുള്ള ദൈവത്തിന്റെ കൃപ ഉച്ചമുള്ള കാലം വരെ ദൈവം എനിക്ക് പകർന്നു നൽകണം എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെയാ കർത്താവിന് വേണ്ടത്. ആ
ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോട് എന്ന് പകരുന്നോണം. എന്റെ ടെൻഷൻ അല്ല ഞാൻ ആരെ ഏൽപ്പിക്കുക, എന്റെ കർത്താവിനെ ഏൽപ്പിക്കുക. അയ്യോ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇന്ന ടെൻഷൻ, ആ ടെൻഷൻ ഒന്നും ഞാൻ കയറി വന്നപ്പോൾ ഞാൻ കയറി വന്ന് അത് മാറ്റുന്നൊരാളുടെ പാതപിടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. മറ്റൊരാൾ ഞങ്ങളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആരാ? എനിക്ക് വേണ്ടി എന്റെ എല്ലാ പ്രശ്നം മാറ്റുന്ന ഒരു യേശുണ്ട്. ഞാൻ മനുഷ്യന്റെ അടുത്തല്ല ഞാൻ പരാതി പറയേണ്ടത്, ഞാൻ മനുഷ്യനോടല്ല എന്റെ അലലുകൾ പറയേണ്ടത്, എന്റെ കഷ്ടങ്ങൾ പറയേണ്ടത്, എന്റെ രോഗങ്ങൾ പറയേണ്ടത്, ക്ഷീണം പറയേണ്ടത്. ഇതെല്ലാം എന്റെ യേശുവിന്റെ അടുത്താ പറയേണ്ടത്. കാര്യമല്ലോ, എന്റെ യേശുവിന് മാത്രമേ ഇതിനകത്തുനിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ആ രീതി, ആ പൂർണ്ണ ബോധ്യത്തോടായിരിക്കണം സൺഡേ വന്നിരിക്കുന്നത്. ഞാൻ എനിക്ക് നാളെടുത്ത ദൈവത്തിന് ഞാൻ ഓരോ ചലനവും ആര് നോക്കുന്നുണ്ട്? എന്റെ ദൈവം എന്നെ നോക്കുന്നുണ്ട്. കാര്യം എന്തുവാ? ദൈവസ്ഥാനിൽ വരുന്ന ദൈവമക്കളോട് ദൈവത്തിന് ഒരു പ്രത്യേക സ്നേഹമാണ്, കരുതല. അവരുടെ ഓരോ ചലനവും ആര് നോക്കും? അപ്പോഴ് നമ്മൾ ഇരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ആര് നോക്കും? കർത്താവ് നോക്കി. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, ദൈവവചനത്തിനകത്ത് കേട്ടു, ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മൾ, ദൈവത്തിന്റെ ഭവനമാണ് നമ്മൾ. നമ്മൾ ഓരോരുത്തരും ആരുടെ ഭവനമാണ്? ദൈവത്തിന്റെ ഭവനം. ഭവനം എന്ന് പറയുന്നത് എന്തുവാ? ദൈവം വസിക്കുന്ന സ്ഥലത്തെ ഭവനം എന്ന് പറയുന്നത്. അപ്പൊ ദൈവം വസിക്കുന്ന ഭവനമാണ് ആര്? നമ്മൾ ഓരോരുത്തരും. അപ്പോഴ് ദൈവം നമ്മളെ വസിക്കണം, ദൈവം നമ്മളെ ഭവനത്തിന്, ദൈവത്തിന്റെ ഭവനമായി ആ സ്തോത്രം നമ്മൾ മാറണമെങ്കിൽ ദൈവം വസിക്കണം. ദൈവം വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ഞാനുമായിട്ടൊരു ആഴമായ ബന്ധം ഉണ്ടാവണം. ഉണ്ടാവത്തില്ലെങ്കിൽ ദൈവം വസിക്കൂ? ദൈവം വസിക്കൂ? ദൈവം വസിക്കൂ? സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സ്തോത്രം, ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞു, സ്തോത്രം, ദൈവമക്കൾക്ക് പറ്റുന്ന കാര്യമേ ദൈവമക്കൾ ചെയ്യാവൂ. ദൈവമക്കൾക്ക് ഒരു വ്യവസ്ഥയുണ്ട്. എല്ലാ കാര്യങ്ങളിലകത്ത് പോയി ചെയ്യാൻ പറ്റത്തില്ല, കൈവെക്കാൻ പറ്റത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മളെ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ ഭാരപ്പെടുത്തി കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് ഇലക്ഷന്റെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇലക്ഷനകത്ത് ഒരു സ്ഥാനാർത്ഥിയാവുവാൻ ദൈവമക്കൾക്ക് കഴിയത്തില്ല. ഒരു ദൈവമക്കളായിട്ട് ജീവിക്കുന്നവൻ, ബൈബിളുമായിട്ട് ജീവിക്കുന്നവൻ, ദൈവവചനമായി ജീവിക്കുന്നവനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ഥാനാർത്ഥിയാവാൻ പറ്റത്തില്ല. ഇന്ന് പകല് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. എന്തുവാ? ഫസ്റ്റ് ദിവസം തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച് ഏതെങ്കിലും ബന്ധുക്കോസുകാരന്മാരുണ്ടെങ്കിൽ, ദൈവത്തെ അറിയാനുണ്ടെങ്കിൽ, ഇന്ന് സത്യം പറഞ്ഞ ആരാധനയാ ഫസ്റ്റ് ദിവസം മുടക്കിയത്. ഫസ്റ്റ് ദിവസം തന്നെ എന്ത് മുടക്കിയേക്കുവാ? എന്തുകൊണ്ടാണ് നീ അന്തസ്സോട് നീ നിനക്ക് തലയിൽ വെട്ടി പറയുന്നത്? ഞായറാഴ്ച ആരാധന ദിവസം എനിക്ക് വരാൻ പറ്റത്തില്ല, സത്യം പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല, എന്താ പറയാത്തെ? നിന്നെ അനുഗ്രഹിച്ചു വിട്ട കുറെ അലവലാതി പാസ്മാരുണ്ടല്ലോ. എന്താ സഭകൾക്കും പാസ്മാർക്കും പറയാൻ ചങ്കൂറ്റമില്ലാത്ത? ഞാൻ പറയും, ജയിച്ചതല്ല വലുത്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് വലുത്. ഇലക്ഷൻ ഞാൻ ജയിച്ചതോ അല്ലെങ്കിൽ ഞാൻ നന്മ പ്രാപിക്കുന്നതോ വീട് പ്രാപിക്കുന്നതോ ഉയർച്ച പ്രാപിക്കുന്നതോ അല്ല നല്ലത്. ഞാൻ ദൈവത്തിന് വേണ്ടി എന്നെ വിളിച്ച നാൾ മുതൽ അവസാനം വരെ ഈ ഭൂമിയിൽ എനിക്ക് തരുന്ന അവസാനം വരെ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതാണ് എനിക്ക് പ്രാധാന്യം. സ്തോത്രം. പെന്തക്കോസ്തുകാരെ ദൈവമക്കൾക്ക്, വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവമക്കളെ എന്തുവാ? ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രയാസം വന്നാലും, ഏത് സങ്കടം വന്നാലും നീ ഭാരപ്പെടണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം എന്തുവാ? നിന്നെ വിളിച്ചിരിക്കുന്ന പ്രത്യാശ വന്ന വേണ്ടി വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞാലും നീ ആരോടൊപ്പം ജീവിക്കും? കർത്താവിനോടൊപ്പം ജീവിക്കും. ആ പ്രത്യാശ വന്നു എന്ന് പറഞ്ഞാൽ നീ ഒരു അവകാശം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ നിന്റെ പാപത്തെ, നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പഴയ മനുഷ്യൻ മരിച്ച് പുതിയ മനുഷ്യനായി കഴിയുമ്പോ നീ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? പ്രത്യാശയുള്ളവനാക്കാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് ചില കാര്യത്തിനകത്ത് മാറിയിരിക്കണമെന്ന് പറയുന്നത്. ഇന്ന് ഞായറാഴ്ച സത്യം പറയുകയാണ്. ആരെങ്കിലും പെന്തക്കോസ്തുകാർ പോയിട്ടുണ്ട്, പാസ്റ്റർമാർ അനുഗ്രഹിച്ചു വിട്ടാണ്, പാസ്റ്റർ ഇന്ന് ആരാധന കഴിഞ്ഞിട്ട് വേണേ ആരാധന നിർത്തിയിട്ട് നീ പോകോ, അത് കാണാൻ പോകും. സ്തോത്രം. ശാപിക്കപ്പെട്ടവനാ നീ. അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവനാ. സ്തോത്രം. ആ സഭ ശപിക്കപ്പെട്ട സഭയാണ്. കാര്യം എന്തുവാ? ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. സ്തോത്രം. ഗലാത്യർ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, സ്തോത്രം, സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങളോ, പൗലോസ് പറയുക, ഞങ്ങളോ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരാളോ ഇറങ്ങി വന്നു, ദൈവത്തിന്റെ ദൂതനായിട്ട് ഇറങ്ങി വന്ന് ഈ വചനത്തിന് വിപരീതമായി നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ ആരാ? ശപിക്കപ്പെട്ടവൻ. ആ പഠിപ്പിക്കുന്നവൻ ആരാ? ശപിക്കപ്പെട്ടവൻ. അപ്പൊ സ്ഥാനാർത്ഥിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചവനല്ല. ഞായറാഴ്ച ആരാ? ഇത് ജോലിയാ, കുഴപ്പമില്ല, അധികാരത്തിൽ ഇരിക്കുന്ന നമുക്ക് നല്ലതാണ്.
സ്തോത്രം. അധികാരത്തിൽ ഇരിക്കുന്നത് ഇതാ ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഞായറാഴ്ച തന്നെ സത്യപ്രജ്ഞയാക്കിയിട്ട് കാര്യം എന്തുവാ? ഞായറാഴ്ചത്തെ ആരാധന അങ്ങ് പോയി. ആരാധന പോയി. ആരാധന പോയി. ഓ, ചിലവരങ്ങ് അനുഗ്രഹിച്ചു വിട്ടിരിക്കും. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാന്ന് നിനക്കറിയാമോ? ദൈവത്തെ ആരാധിക്കുന്ന ദിവസം ദൈവം നിന്നെ അനുഗ്രഹിക്കൂ. ദൈവത്തെ ആരാധിക്കുന്ന ദിവസം നീ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കട്ടെ. അവനെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. സ്തോത്രം. കഴിഞ്ഞ 6 ദിവസം പരിപാലിച്ച ദൈവത്തെ 7ാമത്തെ ദിവസം അന്ന് ആരാധിക്കേണ്ട ദിവസമാണ്. അന്ന് ആരാധിക്കാതെ പോകുന്നവനെ അല്ല. എന്റെ ജോലിയാ, എന്റെ കാര്യമാ. സ്തോത്രം. ഇതോട് നീ ശാപം അനുഭവിക്കാൻ പോവാ. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. പെന്തിക്കോസ്തിനകത്ത് വീണ്ടും രക്ഷിക്കപ്പെട്ട ഏതെങ്കിലും സ്ഥാനാർത്ഥി ആയിട്ടുണ്ടോ? നിന്റെ കുടുംബം ഇന്നത്തോട് ശാപം അനുഭവിക്കാൻ പോവാ. പല പ്രതികൂലത്തിലേക്ക് വരാൻ പോവാ. കാര്യം എന്തുവാ? ആരാധന വിട്ട് നീ അവൻ മറ്റുള്ളതിന് മുഖ്യസ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലോക ജനത്തിന് നീ മുഖ്യസ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ അധികാരത്തിന് മുഖ്യസ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായി നീ കരയേണ്ടത് വരും. നീ നിന്റെ തലമുറയിൽ ഈ 5 വർഷത്തിന് കരയേണ്ടത് വരും. ദൈവം കരയിപ്പിക്കും. അതുവരെ സ്വഭാവത്തിൽ തോന്നും. കുറച്ച് കഴിയുമ്പോൾ നീ കരയേണ്ടി വരും. ഇതാ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കല്ലേ എന്നെല്ലാം പറഞ്ഞത്. സ്തോത്രം. മനസ്സിലായോ? ഞായറാഴ്ച ദിവസവും സത്യം പറഞ്ഞു. സ്തോത്രം. ഞാൻ കാര്യമായിട്ട് പോവാ. ഫേസ്ബുക്കിനകത്തെല്ലാം ഇട്ടേക്കോ. ഞാൻ വിജയിച്ചു. സ്തോത്രം. നല്ല കാര്യം. വിജയിച്ചു. നല്ല കാര്യം. എന്താ നിനക്ക് പറയാൻ പറ്റാത്ത? എന്താ? ഇതാ ഞാൻ പറഞ്ഞ പറയാൻ പറ്റത്തില്ല ചില കാര്യം. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. ചിലത് പറയാൻ പറ്റത്തില്ല. പാർട്ടിയാണ് നിശ്ചയിക്കുന്നത്. മേളിയിരിക്കുന്നവനാണ് നിശ്ചയിക്കുന്നത്. നിന്റെ വിശ്വാസം എല്ലാം അവിടെ അങ്ങ് അണഞ്ഞു പോകും. അണഞ്ഞു പോവാതൊന്നും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞ എനിക്ക് വേണ്ടാത്ത വഴി എന്ത് ചെയ്യല്ലേ. ഞാൻ ചിലയിടത്ത് ചിലവരെന്നെ വിളിക്കുമ്പോഴേ ഞാൻ പറയാം എനിക്ക് വരാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ കാര്യം? എനിക്ക് എന്നെ അറിയാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? എന്റെ സ്ഥാനം പൊങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആരാത് പൊങ്ങി വരും. അത് കയറി വെളിപ്പെടുക. അത് പിന്നെ ശത്രുതയാവും. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോണ്ടല്ലോ. സ്തോത്രം. പോണ്ടല്ലോ. അതുപോലെ തന്നെ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു വലിയ കൃപാവരമാണ്. ഇത് ആർക്ക് എവിടെ ഉപയോഗിക്കണമെന്ന് ആലോചിച്ച് ഉപയോഗിക്കണം. ചുമ്മാ കയറി ഇരുന്നിയല്ലേ കൊടുക്കൽ. സ്വന്തം. ഞാൻ ചിലവരോട് പറയാം ഒന്ന് പ്രാർത്ഥിക്കണം പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കണം കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. എനിക്ക് സത്യം പറയാൻ പ്രാർത്ഥിക്കാൻ പേടി. 1 2 ഭയങ്കര മടിയാണ്. ചിലവർക്ക് വേണ്ടി ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കാര്യം എന്തുവാ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 പറഞ്ഞാൽ പിന്നെ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് ലഭിക്കുന്നവരെ എന്ത് ചെയ്യണം? എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലല്ലോ. ഈ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ എല്ലാം ആലോചിച്ച പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എനിക്ക് ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്ക് കേട്ടിരിക്കുന്ന വിലയേറിയ മുത്തിനെ കൊണ്ട് പന്നിക്കൂട്ടത്തെ കൊണ്ട് കളയാം. അത് കാണുന്നിടത്തല്ല, ദുമ്മാതങ്ങ് പ്രാർത്ഥന കൃപാവരം ദൈവം തന്നു. ദൈവം പ്രാർത്ഥിക്കാൻ കഴിവ് തന്നു. കാണുന്നിടത്ത് പോകുന്നിടത്തും എല്ലാം കഴിയും പ്രാർത്ഥിക്കാവോ പറഞ്ഞു. അത് പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നവന്, പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് മാറുന്നവന്, പ്രാർത്ഥനയ്ക്ക് വില കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് മാറുന്ന, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവ് യേശുവിനെ പ്രാർത്ഥന കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അല്ലെങ്കിൽ ഒരു ഭാവി അവരുടെ മാതാപിതാക്കൾ കൊണ്ട് അയ്യോ എന്റെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കണം, എന്റെ മക്കൾക്ക് ഒരു മാനസാന്തരം, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അവന് മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ അവന് ഇലക്ഷൻ കിട്ടി ലോകത്തിന്റെ അധികാരം കിട്ടാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. ആണോ? അതിനല്ല ദൈവം വിളിച്ചേ. ആണോ? സ്തോത്രം. ഒരു അധികാരി എന്ന് പറയുക പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല അധികാരം കാഴ്ചവെക്കാനുള്ള ബുദ്ധി ജ്ഞാനം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കൂ. ഒരു നേതാവ് മുട്ട വീടാക്കിയിട്ട് പറയുക പക്ഷെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അയ്യോ നല്ല അച്ഛനെ, നല്ല നേതാവ്, അനുഗ്രഹപ്പെടണം. ഇതേ പ്രാർത്ഥിക്കുള്ളൂ. നല്ല ബുദ്ധി ജ്ഞാനവും കഴിഞ്ഞ നാളുകളെ പോലുള്ള ബുദ്ധി ജ്ഞാനവും അല്ല, വക്രതയല്ല, ഇവന്റെ കുശുമ്പും അസൂയയെല്ലാം മാറി ഇവൻ നല്ല ബുദ്ധിയായിട്ട് ഭരിക്കാനുള്ള കൃപ കിട്ടണമെന്ന് പ്രാർത്ഥിക്കൂ. ഈ വാക്ക് ഉപയോഗിക്കൂ. ചങ്കൂറ്റുണ്ടോ ഉപയോഗിക്കാൻ? ഉണ്ടെങ്കിൽ നീ പോയി പ്രാർത്ഥിക്കും. അപ്പോഴവന് മനസ്സിലാവും അവൻ അവിടെ ഒരു പാപബോധത്തിന്റെ കുത്തൂട് കൊണ്ടു. അയ്യോ കഴിഞ്ഞ നാളെ ഞാൻ പാപയായിരുന്നു, സ്വന്തം ഒരു കുത്തുകൊണ്ട്. ഇത് പറയാനുള്ള എന്തുണ്ടാവണം? ഉറപ്പുണ്ടാവണം. അതുകൊണ്ട് ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഞാൻ പാർച്ചോളൂ. ഓക്കെ നോക്കാൻ വിട്ടു പോകണം. അതിനകത്ത് പിന്നെ നീയല്ലേ നിൽക്കാൻ. സ്തോത്രം. നിൽക്കാൻ എനിക്ക് സ്തോത്രം. എനിക്ക് നല്ല പരിചയമുണ്ട്. ഒരാൾ ഇലക്ഷൻ വോട്ട് പിടിക്കാൻ വന്നപ്പോഴും ഒരാൾ എന്നെ തിരക്കി വന്നിട്ട് വന്നു. ഒരു അച്ഛനെ കൊണ്ട് സ്തോത്രം
വേറെ 2 ഓട്ടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വന്നിട്ട് എന്നിട്ട് പറഞ്ഞു, മോനെ വോട്ട് കൊടുത്തേക്കാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, വോട്ട് കൊടുത്തേക്കാണ്. ഞാൻ ഓക്കെ ചെയ്യാമെന്ന് വോട്ട് ചെയ്തോളാം. ഉടനെ സ്ഥാനാർത്ഥി കൈയെല്ലാം കൂട്ടി പക്ഷെ എനിക്ക് വേണ്ടി ഒന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു 2 കൂടെ വേണം, വോട്ട് വേണം. അവൻ സോമനിക്കറിയാം, വോട്ട് വേണം. ഞാൻ പ്രാർത്ഥിച്ചാൽ ശരിയാവും, അതുകൊണ്ട് വോട്ട് വേണമെങ്കിൽ 2 കൂടെ വേണം എന്ന് പറഞ്ഞാൽ ഇവന്റെ താപ്പാനെയാണ്. അവൻ എന്തുവാ ഇത് പറയുമ്പോഴേ നമ്മൾ പറയും അനുഗ്രഹിച്ച് നമ്മൾ കിട്ടുകയെന്ന് പറയും. ഇത് പറയാനാ പാസ്റ്റർമാർ ആഗ്രഹിക്കുന്നു. ഞാൻ അനുഗ്രഹിച്ച് പറഞ്ഞതാ ജയിക്കും, അനുഗ്രഹിച്ച് പറഞ്ഞതാ ജയിക്കും. ഇതങ്ങോട്ട് 10 വീഡിയോക്കകത്തെല്ലാം അങ്ങോട്ട് വരുമ്പോഴേ അവനങ്ങോട്ട് പിന്നെ പൊങ്ങല സ്തോത്രം. ഇത്രയും വോട്ടിന് സ്തോത്രം മന്ത്രിയായിട്ട് സാറ് വരും എന്ന് ദൂത് പറയാനല്ല ദൈവം നിനക്ക് ദൂത് തന്നത്, പ്രവചനം തന്നിരിക്കുന്നത്. സ്തോത്രം. അമ്മ വ്യഭിചാരത്തിലും പാപത്തിലും ദൈവത്തിൽ അവിടെയില്ല ഇവിടെയില്ല കാണുന്നവനെ എല്ലാം ദൈവമെന്ന് വിളിക്കുന്നവനെ വേണ്ടി പ്രാർത്ഥിച്ച് ദൂത് പറയാനല്ല ദൂത് തന്നത്. ദൂത് പറയേണ്ടടുത്ത് പറയാനാണ് ദൈവം തന്നിരിക്കുന്നത്. കാര്യം എന്തുവാ? ഒരു ദൈവ പൈതലിനെ യഥാർത്ഥ രീതിയിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് ദൂത് തന്നിരിക്കുന്നത്. ഒരു ദൈവ പൈതലിനെ യഥാർത്ഥമായ ദൈവസ്ഥനെ നിലനിർത്താനാണ് ദൂത് തന്നിരിക്കുന്നത്. ഒരു ദൈവസ്ഥനെ ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അവരെ പാപബോധം കൊടുത്ത് അവന്റെ പാപത്തിൽ നിന്ന് അവരെ വിളിച്ച് അവനെ ദൈവസ്ഥനയിൽ കൊണ്ടുവന്ന് ദൈവ പൈതലാക്കാനാണ് ദൂത് തന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി ഓരോ ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്നു. രോഗസൗഖ്യം തന്നിരിക്കുന്നത്, രോഗകൃപാവരം, രോഗവിടുതലിന്റെ കൃപാവരം തന്നിരിക്കുന്നത്, പ്രവചനത്തിന്റെ കൃപാവരം തന്നിരിക്കുന്നത്, പ്രസംഗത്തിന്റെ കൃപാവരം തന്നിരിക്കുന്നത്, പ്രാർത്ഥന കൃപാവരം തന്നിരിക്കുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? ദൈവനാമത്തിനകത്ത് അനേകരെ ചേർത്തുകൊള്ളുവാനും അനേകരെ ബലപ്പെടുത്തുവാനും ദൈവനാമത്തെ ഉയർത്തുവാനാണ് ദൈവം തന്നിരിക്കുന്നത്. അല്ലാതെ ഇത് കൊണ്ടുവന്ന് എനിക്ക് ഈ കൃപാവരം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാനല്ല. അതല്ല, ഉപയോഗിക്കുന്നവരുണ്ട്, വേറെ ആൾക്കാരുണ്ട്. അതിനല്ല ദൈവം നിനക്ക് കൃപാവരം തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്, വിലയേറിയ മുട്ടുകൊണ്ട് നെന്തിയല്ലേ പന്നിക്കൂട്ടത്തിൽ കൊണ്ട് കടല്ലേ. സ്തോത്രം, സ്തോത്രം. നീ പറയണം, സുവിശേഷം പറയണം. അതിനാ ദൈവം വിളിച്ചിരിക്കുന്നത്. എവിടെ ഏത് സമയത്തും സുവിശേഷം പറയണം. നീ അനുഭവിച്ച യേശുവിനെ ഉയർത്തി പറയണം. അവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണം. സ്തോത്രം. യേശുവിനെ ഉയർത്തി പറയണം, യേശുവിനെ കാത്ത് പറയണില്ല. സ്തോത്രം. ഞാൻ എന്തിനും സ്തോത്രം മറ്റുള്ള പാസ്റ്റർമാരെ അല്ലെങ്കിൽ മറ്റുള്ള സഭയിലെ ഓരോ പാസ്റ്റർമാർ ഓരോന്ന് കാണിക്കുന്നത് ഞാൻ ഇതിനൊന്നും കമന്റ് പറഞ്ഞത്. പക്ഷെ യേശുവിനെ കുറ്റമായിട്ടെന്തെങ്കിലും പറഞ്ഞ ഞാൻ കമന്റ് പറഞ്ഞു. സ്തോത്രം. പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റും. പിന്നെ ഞാൻ കമന്റ് ചെയ്തു. അതുവരെ ഞാൻ മിണ്ടാതെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരുത്തരെ കണ്ടപ്പോൾ ഒരുത്തൻ പറയുക, സ്തോത്രം, ഒരു ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനത്തിന് പോയി പ്രാർത്ഥിക്കാൻ പോയിരിക്കും. പ്രാർത്ഥിക്കാൻ പോയി എന്നിട്ട് ഒരുത്തൻ സ്തോത്രം വലിയ ഫേമസാ. ഒരുത്തൻ എന്ന് പറയുക, സ്തോത്രം, ഞങ്ങൾ ഇവിടെ കാണുന്നത് ഈ ഹോസ്പിറ്റലിൽ വരുന്നത് അനുഗ്രഹമാണ്. അത്ഭുത ശുശ്രൂഷ ചെയ്യുന്നവൻ പറയുക, മൈക്ക് കിട്ടിയെന്ന് പറയാം, അനുഗ്രഹമാണ്. അടുത്തൊരു വാക്ക് പറയുക, എന്തുവാ? ഇവിടെ ഇരിക്കുന്ന ഡോക്ടർമാർ ഞങ്ങൾ ദൈവത്തെ പോലെ കാണുന്നു. ഞാൻ അപ്പോഴും കമന്റ് കൊടുത്തു, പിശാചി പിടിച്ചവനെ, നീ ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ ദൈവത്തെ പോലെ ഡോക്ടറെ പറയുന്നത്. ഡോക്ടർ എന്ന് പറയുന്നവൻ കഴുത്തളത്ത് കാശുണ്ടാക്കുന്നവനാ. അവനും ദൈവത്തെ ഒന്നിപ്പിക്കരുത്. എന്റെ യേശു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ യേശു പാപികളെ സ്നേഹിച്ചതേ ഉള്ളൂ. അവരുടെ പാപങ്ങൾ മാറ്റി അവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ. എന്റെ ദൈവം ഒരിക്കലും നിന്നെ പോലെ നീ കണ്ടതുപോലുള്ള കർത്താവിനല്ല. നീ അറിയണം, നീ കണ്ടതുപോലുള്ള കർത്താവല്ല കർത്താവ്. യേശു ആരെന്ന് നീ ആദ്യം അറിയും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഇരിക്കാൻ പറ്റുന്നത് ഇത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. കാര്യം എന്തുവാ? പാസ്റ്റർ, ഞാൻ പറഞ്ഞത് യേശു ആരാന്ന് നീ അറിയണ. നീ ഇതുവരെ യേശുവിനെ അറിഞ്ഞിട്ടില്ല, അറിയേണ്ട രീതി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇത് പറയത്തില്ല. പൊതുലോകത്തിന്റെ പെണ്ണിൽ നിന്നോണ്ട് ഇതുവരെ പെണ്ണിൽ നിന്നോണ്ട് നീ പറയത്തില്ല. ഡോക്ടറിന്റെ ദൈവത്തെ പോലെ, ഡോക്ടർ ദൈവത്തെ പോലൊന്നുമല്ല. ദൈവത്തെ മുമ്പേ പറയാം, പിശാചി പിടിച്ചവനാ ഡോക്ടർ. അതേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും ഒരു ഡോക്ടറും ദൈവത്തെ പോലൊന്നും അല്ല. ആണോ? സ്വന്തം വരുമാനത്തിന് വേണ്ടി സ്തോത്രം അതല്ല ഇല്ലാത്ത മരുന്നുകൾ എഴുതി കൊടുത്ത് സ്തോത്രം ഇല്ലാത്ത രോഗങ്ങളെ വരുത്തിയിട്ടെന്നവനാണ് ഡോക്ടർ. പണ്ടല്ലായിരുന്നു സ്തോത്രം കുറെ ആധുനിക സേവനം പോലെ ഒരു ഇതിനെ വലിയ ദൈവം ഏൽപ്പിച്ച ഒരു ജോലി പോലെല്ലാം കാണുന്ന ഡോക്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് മരിച്ച് മണ്ണടഞ്ഞു പോയി. അങ്ങനത്തെ ഒരു ഡോക്ടർമാർ ഇപ്പോൾ ഇല്ല. ഇപ്പം ഏത് മെഡിക്കൽ റിപ്പ് വരുന്നു, കമ്മീഷൻ പറയുന്നു. ഏത് മരുന്നിനാ എഴുതിയ കമ്മീഷൻ, ഈ മരുന്ന് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവുമോ, ഈ
മരുന്ന് കഴിച്ചാൽ ഷുഗർ ഉണ്ടാവോ, ഈ മരുന്ന് കഴിച്ചാൽ പ്രഷർ ഉണ്ടാവോ, ഈ മരുന്ന് കഴിച്ചാൽ അവന് തട്ടിപ്പോവോ, അതൊന്നും അവരുടെ വിഷയമല്ല. അവൻ ഗർഭിണിയായ സ്ത്രീക്ക് കൊടുത്താൽ പിന്നെ അവരുടെ തലമുറയ്ക്ക് വിഷയം ഉണ്ടാവോ, ഇതൊന്നും അവന്റെ വിഷയമല്ല. അവരെ പൈസ കിട്ടിയാൽ കമ്മീഷൻ കിട്ടിയാൽ എത്ര കിട്ടും? സിംഗപ്പൂർ ടൂർ എത്ര മണിക്കാ? ഫ്ലൈറ്റ് ടിക്കറ്റ് എത്ര? ഈ കുടുംബമായിട്ട് പോകാൻ പറ്റുമോ? എത്ര കമ്മീഷൻ കിട്ടും? ഏത് വണ്ടി കിട്ടും? എത്ര മരുന്ന് എഴുതിയാൽ എത്ര രൂപയുടെ മരുന്ന് എഴുതിയാൽ എത്ര കമ്മീഷൻ കിട്ടും? ഇതെല്ലാം ആലോചിക്കുന്നത്. എന്നാ അങ്ങനെയൊന്നും സ്നേഹിക്കുന്ന ഡോക്ടർമാരൊന്നും ഇല്ല. അതുകൊണ്ട് ചുമ്മാ കയറി കാണുന്നവനെല്ലാം ദൈവം എന്ന് പറയില്ല. കാണുന്നവനെല്ലാം ദൈവം എന്ന് പറയുന്നത് കൊണ്ടാ യേശുവിനെ നീ രുചിച്ചറിഞ്ഞിട്ടില്ല. യേശുവിനെ രുചിച്ചറിഞ്ഞ് ഒരിക്കലും ഉദിയത്തില്ല, ദൈവം എന്ന് പറയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഒരാളേ ഉള്ളൂ. അസറനായ യേശുവിനെ എപ്പോഴും പറയുന്നുണ്ട്, കർത്താവ് ഒന്നേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞവരാ പ്രത്യാശ നേടിയ ദൈവജനം ഇത് പറയരുത്. സ്തോത്രം. ഞാൻ ഈ കമന്റ് എല്ലാം എനിക്ക് എന്റെ കമന്റ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ അടുത്ത കമന്റ് നോക്കിയപ്പോൾ വേറെ സ്തോത്രം ഹല്ലേലൂയ ഒരു സഹോദരനാണ് ഊരാനെ വിളിച്ച പാസ്റ്റർ. സ്തോത്രം. നീ പാസ്റ്റർമാരുടെ വേല കളയുന്ന എവിടെ ചെന്നെങ്കിലും എന്തുവാ ഞാൻ പറഞ്ഞാൽ മതി എന്തെങ്കിലും ദൈവം ആരാന്ന് നിനക്കറിയാമോടാ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങോട്ട് കമന്റ് വായിച്ചു സ്തോത്രം കുളിരുണ്ടാവും പാസ്റ്റർ കേട്ടോ. അന്നത്തെ രാത്രി മൊത്തം അത് വായിച്ചാൽ കുളിരുണ്ട്. ആ രീതിയിലുള്ള കമന്റുകൾ നമുക്ക് കഴിക്കാറ്. കാര്യം അപ്പോഴും എനിക്ക് മനസ്സിലായി കൊണ്ടവരാ. യേശുവിനെ കുറ്റം പറയുന്നവരെ അവനെ മിണ്ടാതെ, യേശുവിനെ കുറ്റം പറഞ്ഞപ്പോൾ അവർ പ്രതികരിക്കാൻ തുടങ്ങി. അതെനിക്ക് അറിയിരിക്കാൻ പറ്റില്ല കേട്ടോ. ആ കാര്യത്തിൽ ചിലതൊന്നും ഒന്നും അറിയിരിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും. സ്തോത്രം. അതിന് എന്റെ തലമോന്ന വിഷയം പ്രതികരിക്കും. എന്തുവാ? യേശുവിനെ അറിഞ്ഞിട്ട്, യേശു എന്നെന്ന് അറിഞ്ഞിട്ട്, യേശുവിനെ അറിഞ്ഞ് ജീവിക്കുന്നത് യേശുവിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ അവന്റെ പേഴ്സണൽ കാര്യങ്ങളോ അവന്റെ കുടുംബകാര്യങ്ങളോ അവന്റെ മറ്റു കാര്യങ്ങളോ സഭയുടെ കാര്യത്തിനോ ഒന്നും നമ്മൾ പ്രതികരിക്കത്തില്ല. അവന് കൊടുത്ത കാഴ്ചപ്പാടി അവൻ കൊണ്ടുപോകുന്നു, അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കത്തില്ല. പക്ഷെ യേശുവിനെ മറ്റവരെയും തുല്യനാക്കരുത്. യേശു ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തുല്യം ചൊല്ലാൻ ആരുമില്ല. സ്തോത്രം. പാട്ടുകാരെന്തോ പറഞ്ഞേ? ആ പാട്ടൊന്ന് പറഞ്ഞ എന്തുവാ? തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. സ്നേഹമേ സ്വന്തമേ അങ്ങിൽ മാർവിൽ ചാരിടുവാ. യേശുവിനെ പോലെ ആരുമില്ല. സ്നേഹം തരുവാൻ, കരുതുവാൻ, ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ ഒരപ്പനോ ഒരമ്മയ്ക്കോ സഹോദരനോ സഹോദരിക്കോ കഴിയത്തില്ല. യേശുവിനെ പോലെ നമ്മളെ സ്നേഹിക്കുവാൻ ഒരു മക്കൾക്ക് കഴിയത്തില്ല, മരുമക്കൾക്ക് കഴിയത്തില്ല, കൊച്ചുമക്കൾക്ക് കഴിയത്തില്ല. എത്ര സ്നേഹം പറയുന്ന മനുഷ്യന് കഴിയത്തില്ല. അവർക്കെല്ലാം പറയാനേ പറ്റൂ. യേശു സ്നേഹിക്കുന്നത് പോലെ അത് യേശുവിനെ രുചിച്ചറിഞ്ഞ ദൈവവൈതലിൽ മാത്രമേ അറിയത്തുള്ളൂ. ഏത് ഭാരം വന്നാലും, ഏത് പ്രതികൂലം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും എന്റെ മനസ്സിനെ ശരീരത്തെ ബലപ്പെടുത്തുന്ന യേശു ഉണ്ട് എനിക്ക് വേണ്ടി ഇറങ്ങി. അത് യേശുവിനെ അറിഞ്ഞവരെ മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. ഒരു വാക്യം ഞാൻ വായിക്കും. ഇതിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനത്തുള്ളതെല്ലാം ഇന്ന് സത്യം പറഞ്ഞ് ഇതെല്ലാം കേട്ടപ്പോ ഞാൻ ഇത്രയെല്ലാം കാഴ്ചപ്പാടേ ഉള്ളൂ ഇവർ ദൈവത്തിന് കൊടുത്തത്. ജയിക്കുന്നവരെ അവർ സ്വന്തം പറഞ്ഞവരാ, ജയിക്കണെന്ന് പറഞ്ഞവരാ. അപ്പൊ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആരെ മറന്നു? ദൈവത്തെ മറന്നു. പല ദൈവമക്കളും ദൈവത്തിന്റെ ഉയർച്ച, ദൈവത്തിന്റെ നന്മ, അനുഗ്രഹങ്ങളെല്ലാം തരുമ്പോൾ ആരെ മറന്നു പോവാ? ദൈവത്തെ മറന്നു പോവാ. ഞാൻ അപ്പൊ ഓർക്കുക, ഇത്രയെല്ലാമായി ദൈവത്തെ സ്നേഹിക്കാൻ കൊണ്ട് കഴിയുന്നുള്ളൂ. ഇവരെല്ലാം പറയുന്നത് ദൈവമക്കളാണ്. പുറത്തെല്ലാം ചെന്ന് ഇവർ പറയുന്നത് എന്തുവാ? ദൈവമക്കളാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നവരാ, ഞാൻ പ്രാർത്ഥന കൃപാവരുള്ളവരാ എന്നല്ല പറയുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാന്നാ പറയുന്നത്. പക്ഷെ ഇവർക്ക് ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. സ്തോത്രം. ആ ഒരു ഭാഗത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലേക്കുള്ള വചനത്തിലേക്ക് വരാം. സ്തോത്രം. ദാനിയേൽ പുസ്തകം 3-ാം അധ്യായത്തിനകത്ത് 9-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം.
ദാനിയേൽ 3:9 മുതൽ അവർ നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചു. രാജാവ് ദീർഘായുസ്സ് ഉള്ളവനായിരിക്കട്ടെ. രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നാരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയണമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാധികൾക്ക് മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില ഭൂതന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. സ്തോത്രം. നമുക്കറിയാവുന്ന ഭാഗം എങ്കിലും ഞാൻ വീണ്ടും പറയുക, നെബൂഖദ്നേസർ രാജാവ് ഒരു വിളംബരം കൊണ്ടുവന്നു. സ്തോത്രം. ഒരു സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, കാഹളനാദം ഊതുമ്പോൾ, നാഗസ്വരം കേൾക്കുമ്പോൾ, സ്തോത്രം, ചെണ്ടമേളങ്ങൾ കേൾക്കുമ്പോൾ, സ്തോത്രം, എല്ലാവരും എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഈ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കണം. ഈ സ്തോത്രം ഭയത്തോടെ നമസ്കരിക്കണം, അത് ഭയത്തോടെ ഏറ്റെടുക്കണം എന്നൊരു വിളംബരം കൊടുത്തു. സ്തോത്രം. നമസ്കരിക്കാത്തവരെ തീച്ചൂളയിൽ എറിഞ്ഞുകൊള്ളണം. അവർ തീച്ചൂള കൂട്ടിക്കൊണ്ടിരിക്കും, വിറവരിച്ച് തീച്ചൂള ഇട്ടുകൊണ്ടിരിക്കും. ആ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കളയണം നമസ്കരിക്കാത്തവരെ. സ്വന്തം ഇവിടെ ഒരു ദൈവമേ ഉള്ളൂ, ഇവിടെ ഒരു രാജാവേ ഉള്ളൂ, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ടാൽ മതി എന്ന് പൂർണ്ണമായി അഹങ്കരിച്ചുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ഇപ്രകാരം ഒരു വിളംബരം ഇറക്കി. അപ്പോൾ അതിനകത്ത് യഹൂദന്മാരിൽ ഉള്ള 3 ചെറുപ്പക്കാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ഈ 3 ചെറുപ്പക്കാര് യഹൂദന്മാർ അന്ന് നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരത്തിനകത്ത് പുറത്തും അകത്തും എല്ലാം അടിമ വേല ചെയ്തുകൊണ്ടിരിക്കുക. അടിമക്കാരൻ. അവർക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഇതിനകത്ത് കഴിവുള്ള ചെറുപ്പക്കാരെ നെബൂഖദ്നേസർ രാജാവ് തെരഞ്ഞെടുക്കാൻ നല്ല കഴിവും ബുദ്ധിയും ഉള്ളവരെ എല്ലാം തെരഞ്ഞെടുത്തിട്ട് രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അതിനുവേണ്ടി അവരെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. നെബൂഖദ്നേസർ രാജാവിന് അറിയാം ഈ യഹൂദന്മാരിൽ നല്ല ബുദ്ധി ജ്ഞാനമുള്ളവരാ, ദൈവത്താൽ അനുഗ്രഹപ്പെട്ടവരാന്ന് അറിയാം. ഇവരെ എന്ത് ചെയ്യണം? രാജകൊട്ടാരത്തിനകത്ത് കാര്യവിചാരകന്മാരായിട്ട് അവരെ കൊണ്ടുവരണം. അപ്പൊ അതിനു മുമ്പുള്ള വാക്യത്തിനകത്തെല്ലാം മനസ്സിലാക്കാം, ഇവര് അടിമപ്പെട്ട് കിടന്ന ഈ 3 ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? രാജപുത്രന്മാര് ജീവിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും ആഹാരങ്ങളും കൊടുത്ത്, അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, രാജകൊട്ടാരത്തിന്റെ പലതിന്റെ മേൽവിചാരകന്മാരായി അവരെ നിയോഗിച്ചു. ആ സമയത്താണ് ഇത്രയെല്ലാം ഉപകാരങ്ങൾ നെബൂഖദ്നേസർ രാജാവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഈ ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവിനും കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്തോത്രം അടിമത്തത്തിൽ നിന്ന് ഇത്രയും നന്മയെല്ലാം കൊടുത്തിട്ട് രാജാവിനോട് വന്ന് പറഞ്ഞു, രാജാവ്, ഇതിനകത്ത് കുറച്ചു പേരുണ്ട്, സ്തോത്രം, നിങ്ങളെ ബഹുമാനിക്കാത്തതും നിങ്ങളെ ആരാധിക്കാത്തതും നിങ്ങളെ ഉയർത്താത്ത കുറച്ചു പേരുണ്ട്. ഇവരെല്ലാം എന്ത് ചെയ്യുക? ഇവർക്ക് വേറെ ദൈവമുണ്ട്, ഇവരവരെ സ്തുതിക്കത്തുള്ളൂ, നമസ്കരിക്കത്തുള്ളൂ, അവരെ ഭയപ്പെടത്തുള്ളൂ എന്ന് കേട്ടപ്പോൾ നെബൂഖദ്നേസർ രാജാവിന് ദേഷ്യമുണ്ടായി. നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഒരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു. സ്തോത്രം, വലിയൊരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി. നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, സ്തോത്രം, കാഹളം എല്ലാവരെയും വിളിപ്പിച്ചു, വിളംബരം ചെയ്തു, എല്ലാവരെയും വിളിപ്പിച്ചിട്ട് സ്തോത്രം, രാജാവ് പറഞ്ഞു, ഇവിടെ കാഹളനാദം, സ്തോത്രം, അല്ലെങ്കിൽ സ്തോത്രം, ചെണ്ടമേളകൾ എല്ലാം കൊട്ടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഈ ബിംബത്തെ നമസ്കരിക്കണം. ഇത് ചെയ്യാത്തവരുണ്ടെന്ന് രാജാവിന് അറിയാം. അവരെ എന്ത് ചെയ്യണം? നേരെ കൊണ്ടുവന്ന് ഈ എരിയുന്ന തീക്കകത്ത് എന്ത് ചെയ്യണം? എറിയണം. ഇതാണ് വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്ന കൽപ്പന. സ്തോത്രം. അതിനകത്ത് ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും ഉണ്ട്. അവരാരുടെ സ്തോത്രം അല്ലേ? കൊട്ടാരത്തിന് പുറത്തല്ല, കൊട്ടാരത്തിനകത്ത് മേൽവിചാരകന്മാരാണ്. മേൽവിചാരകന്മാരായിട്ടിരുന്ന് രാജാക്കന്മാരുടെ മക്കൾ അനുഭവിക്കുന്ന അതേ സുഖവും സന്തോഷവും അനുഭവിച്ചു വരിക. അപ്പോഴാണ് അവരോട് പറയുക, ഈ ബിംബത്തെ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. സ്തോത്രം. ഞാൻ ഓർക്കുക, സ്തോത്രം, ഞാൻ പലപ്പോഴും പലരുടെയും സ്തോത്രം ജീവിതങ്ങളും ദൈവത്തെ മറന്നും ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം മറന്ന് ജീവിക്കുമ്പോൾ ഞാൻ പലപ്പോഴും എന്നെ കൂടുതലായിട്ട് ബലപ്പെടുത്തുന്ന വ്യക്തികളാണ് ശദ്രക്കും, മേശക്കും, അബേദ്നെഗോവും.
ഞാൻ മനുഷ്യരെ മറ്റ് ലോകപരമായി നമ്മൾ കാണുന്ന മനുഷ്യരെ അല്ല കമ്പയർ ചെയ്യുന്നത്. വചനത്തിനകത്ത് പേര് വന്ന അന്ന് ദൈവത്തിന് വേണ്ടി നിന്ന, നമുക്ക് തുല്യമായി നിന്ന വ്യക്തികളെയാണ് പലപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുള്ളത്, കമ്പയർ ചെയ്യാറുള്ളത്, ചിന്തിക്കാറുള്ളത്. അവര് ദൈവത്തിന് വേണ്ടി എന്താണ് ആ സമയത്ത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഉള്ള പീഡനമല്ല. എന്തുവാ? എരിയുന്ന തീക്കുളയ്ക്കകത്ത് എറിയാൻ പോവാ നമസ്കരിക്കാത്തവർ. വെറും ഒരു നമസ്കാരം മതി, വേറെ ഒന്നും വേണ്ട. വെറും ഒരു നമസ്കാരം മതി, വെറും ഒന്ന് നമസ്കരിച്ചാൽ മതി. കാര്യം അടിമത്തത്തിൽ കിടന്നവനാ, രാജകീയ മേൽവിചാരകന്മാരുടെ പദവി കിട്ടി, ഇവനെ ഇത്രയെല്ലാം ഉയർച്ച കൊടുത്ത് ഇവൻ വേറെ ഒന്നും ചെയ്യേണ്ട. എന്ത് ചെയ്യണം? നമസ്കരിച്ചാൽ മതി. മറ്റുള്ളവർ നമസ്കരിക്കുന്ന പോലെ നമസ്കരിച്ചാൽ മതി. സ്തോത്രം. ഈ ചെറുപ്പക്കാർക്ക് പറയുമ്പോ ഈ ചെറുപ്പക്കാർക്ക് ദൈവത്തോടുള്ള കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്. നേരത്തെ പറഞ്ഞ ഡോക്ടർമാര് ദൈവമാണെന്ന് പറഞ്ഞ പോലുള്ള കാഴ്ചപ്പാടല്ല. ശുശ്രൂഷിക്കുന്നവനാ. സ്തോത്രം. സഭ ശുശ്രൂഷിക്കുന്നവനാ, വിടുതലുകളും അത്ഭുത ശുശ്രൂഷിക്കുന്നവനാ. അമ്മ സ്തോത്രം. ഒരു ലോക മനുഷ്യന് ഒരു അധികാരം കൊടുത്ത് സ്റ്റേജിലോട്ടൊന്ന് വിളിച്ച് കയറ്റി നിർത്തിയപ്പോ സ്തോത്രം ഹല്ലേലൂയ യേശുവിനെ പറഞ്ഞുപോയി. എവിടെ കിടന്നവനാ? യേശുവിനെ വിളിച്ച് അറിയിച്ച് യേശുവിനെ ശുശ്രൂഷ ഉള്ളത് കൊണ്ടാ ഇവനിങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയെന്നല്ല, അവിടെ ചെന്ന് യേശുവിനെ ഉയർത്തുവല്ല ചെയ്തത്. ഇവ ഉടനെ പറയുക ഡോക്ടർമാര് ദൈവത്തിന് തുല്യമാക്കാൻ. ഡോക്ടർമാരെ ദൈവത്തിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. ഡോക്ടർമാരുടെ എല്ലാം മനസ്സിനകത്ത് ചിലപ്പോൾ ഉണ്ടാവും ഞങ്ങൾ ദൈവത്തിന് തുല്യം. ഒരിക്കലും അല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെ തോന്നല്ലോ. അങ്ങനെ നമ്മൾ സ്തോത്രമാലയ ഡോക്ടർമാരായാൽ പോലും നമുക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവില്ല. നമുക്കെല്ലാം ചിന്ത ദൈവം ഒന്നേ ഉള്ളൂ. ഞാൻ ദൈവത്തിന് തുല്യമൊന്നുമല്ല, ദൈവം തരുന്ന കഴിവുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഞാനത് ഒരു സഹായമായിട്ടാണ് ചെയ്യേണ്ടത്, മറ്റുള്ളവർക്കൊരു സഹായമാവണം എന്നായിരിക്കണം. ഏത് ജോലി ചെയ്യുന്നവർക്കും ഒരു മൈൻഡ് ഉണ്ടാകും. അല്ലാതെ സ്തോത്രം ജോലിയുടെ പദവി കണ്ട് അത് തിരിച്ചു പോകണം. സ്തോത്രം. ഇന്ന് നമ്മൾ കേട്ടു, തന്നെ താഴ്ത്തുന്നതിനെ ഉയർത്തുന്നതിന് ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു. സ്തോത്രം. അപ്പോഴ് ഈ ചെറുപ്പക്കാരോട് പറഞ്ഞു, ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു വചനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് പിന്നെ ഇരുന്ന് വായിച്ചപ്പോ ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോ എനിക്ക് പിന്നെയും ഇതിനോടൊന്നും സ്നേഹം തോന്നി. സ്തോത്രം. ഇന്ന് കാണിക്കുന്നവരുടെ എല്ലാം കൊനാബീശുകളെല്ലാം കണ്ടപ്പോൾ ഇവരെല്ലാം ദൈവത്തെ ഇത്രയുള്ള രുചിച്ചറിഞ്ഞെന്ന് പലപ്പോഴും ചിന്തിക്കുമ്പോൾ സ്തോത്രം അല്ല, ഇതിനു വേണ്ടി നിന്ന ഭക്തന്മാരുണ്ട്. ഇന്ന് ദൈവസഭകൾ ഇത്രയെല്ലാം കാണിച്ചിട്ട് തകർക്കാത്തതിന്റെ കാര്യം എന്തുവാ? അനേകം ഇതിനു വേണ്ടി ജീവൻ കൊടുത്ത ദൈവദാസന്മാരുണ്ട്, പാസ്റ്റർമാരുണ്ട്. അവരുടെ വിലയ ഇന്ന് ഓരോ സഭയും പണിതപ്പെട്ടത്. അവരുടെ വിയർപ്പിന്റെയും അവരുടെ രക്തത്തിന്റെയും വിലയ ഇന്ന് പല സഭകളെ ദൈവം ഉയർത്തിയത്. പലപ്പോഴും ഈ ഉയർത്തപ്പെട്ട സഭയിലുള്ള ഇപ്പോഴത്തുള്ളവര് പഴയ പിതാക്കന്മാരുടെ വിയർപ്പിനെയോ അവരുടെ രക്തത്തിന്റെ വിലയോ അവർ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അവരുടെ പട്ടിണിയുടെ വിലയും പ്രതികൂലത്തിന്റെ വിലയെല്ലാം മറന്നുപോയി ഇന്നത്തെ തലമുറകളൊന്ന് അഹങ്കരിക്കുക, ദൈവത്തെ മറന്ന് അഹങ്കരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന് തുല്യമാണിതല്ല. സ്തോത്രം. അടുത്തത് ഇത് വായിക്കാം. രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. രാജാവേ, കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന ഏവനും വീണ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്നും ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂടിൽ ഇട്ടുകളയുമെന്നും ഒരു തീർപ്പ് കൽപ്പിച്ചുവല്ലോ. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാധികൾക്കുമേൽ മേൽവിചാരകന്മാരായി നിയമിച്ച ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ. ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവർ ആ പുരുഷന്മാരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരെ തന്നെയോ? ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാദസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്. നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും. വിളിച്ചു. അവിടെ ഇരുന്നവര് പറഞ്ഞു, രാജാവിനെ ബോധിപ്പിച്ചു, ഇവർ നമസ്കരിക്കുന്നില്ല, ഇവരെന്ത് ചെയ്യുന്നില്ല. സ്തോത്രം. അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന ദേവന്മാരെയോ അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന ഈ വിഗ്രഹ ബിംബത്തെയോ സ്വർണ്ണബിംബത്തെയോ അങ്ങയോ അവരെന്ത് ചെയ്യുന്നില്ല, നമസ്കരിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ അവരെ വിളിപ്പിച്ചു. അവരോട് പറഞ്ഞു,
ഞാൻ കേട്ടതല്ല ശരിയാണോ? ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ശിക്ഷിക്കാൻ പോവുക. എന്ത് ചെയ്യാൻ പോവുക? എരിയുന്ന തീച്ചൂളയിലേക്ക് എറിയാൻ പോവുക. സ്തോത്രം. തീച്ചൂളയിലേക്ക് എറിയാൻ പോവുക. അടുത്തത്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ പറ്റുന്ന ദേവനാരെന്ന് എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് അറിയണം. ഇത്രയും വലിയ ദേവനുണ്ടോ? ഞാൻ സേവിക്കുന്ന ദേവന്മാർക്ക് ഒരു ദേവനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ സേവിക്കുന്ന ദൈവങ്ങൾക്കെതിരെ ഒരു വേറെ ദേവനുണ്ടോ? ഈ ബിംബത്തിനെതിരെ വേറെ ദേവനുണ്ടോ? അല്ലെ എന്റെ നാട്ടിൽ വലിയവരായ വേറൊരാളുകളുണ്ടോ? അതെനിക്കൊന്ന് കാണണം. ഇന്ന് പ്രിയ മക്കളെ, ദൈവജനം എന്ന് പറയുന്നത് പറയുവാനുള്ളതല്ല, പ്രവർത്തിക്കുവാനുള്ളതാണ്. ഇന്ന് പല ദൈവജനവും എന്ത് ചെയ്യുക? പറയാനുള്ളവരല്ല, പ്രവർത്തിക്കുന്നവരല്ല. അവർ പലപ്പോഴും ഇതില് പറച്ചിലേ ഉള്ളൂ. പറച്ചില് കഴിഞ്ഞ് സ്വതമല്ല മിനിറ്റുകൾ കഴിയുമ്പോൾ അവരുടെ ജീവിതം വേറെ രീതിയാണ്. ഇത് പറയുവാനുള്ളതല്ല, ഇത് ജീവിക്കുവാനുള്ളതാണ്. ജീവിക്കാനുള്ളതാണ്. സ്തോത്രം. അടുത്തത്, ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല. ഒരു മിനിറ്റ്, ഇത്രയും കാഴ്ചപ്പാടോട് പറയുന്ന ദൈവമക്കളെ എന്ത് പറയുന്നേ? ഇത് ഇതേപോലെ നമുക്ക് പല സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മൾ ഇതേപോലെ നിന്നിട്ടുണ്ടോ? പലരും ചിന്തിച്ചു. നമുക്ക് ഇങ്ങനെ നിന്നിട്ടുണ്ടോ? ചില നിസ്സാര കാര്യങ്ങൾ വന്നാൽ പോലും നമ്മൾ നിൽക്കാറുണ്ടോ? ദൈവത്തെ ഉയർത്താറുണ്ടോ? ഉണ്ടോ? സ്തോത്രം. ദൈവത്തെ ഉയർത്താറുണ്ടോ? ദൈവത്തെ ഉയർത്തുന്നവരോട് വേണം മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അല്ലയോ? ദൈവത്തെ ഉയർത്തുന്നവരോട് വരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കാര്യം എന്തുവാ? ലോകപ്രീതിയാ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ലോക വ്യക്തികളുടെയും ചില സാഹചര്യങ്ങളുടെ പ്രീതി, വിടുതൽ, നന്മയ്ക്ക് വേണ്ടി നമ്മൾ മിണ്ടാതിരിക്കും. അതുകൊണ്ട് പല നന്മകളും, ദൈവം തന്ന നന്മകളും ആർക്ക് അനുഭവിക്കാൻ പറ്റാത്തത്? നമുക്ക് പൂർണ്ണതയോട് അനുഭവിക്കാൻ പറ്റാത്തത്. പറയേണ്ടടുത്ത് മിണ്ടാതിരിക്കും. പറയേണ്ടടുത്ത് എന്ത് ചെയ്യും? മിണ്ടാതിരിക്കും. ശത്രുക്കൾ മേശ കബോലികവും പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എന്തുവാ? നിങ്ങളെ ദൈവം വിടുവിക്കുന്നതൊന്ന് കാണട്ടെ. നിഗമനസ്ഥ രാജാവ് ചോദിച്ചു, ഈ തീച്ചൂള എറിയാൻ വീടുന്നൊക്കെ കാണട്ടെ, ഇതിൽ വലിയൊരു ദൈവം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കാണണോ? അപ്പൊ അവരെന്ത് പറഞ്ഞു? വിടുവിച്ചോ വിടുവിക്കാത്തോ ഞങ്ങളുടെ വിഷയമാണ്. പക്ഷെ ഞങ്ങൾ നമസ്കരിക്കുന്നു. കർത്താവ് ഇറങ്ങി വരുവോ ഇറങ്ങി വരാത്തോ ഞങ്ങളുടെ വിഷയമാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കത്തില്ല. ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ. ആ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ, നമസ്കരിക്കത്തുള്ളൂ. ആ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കത്തുള്ളൂ. ആ ദൈവത്തോടെ ഞങ്ങൾ അപേക്ഷിക്കത്തുള്ളൂ. സ്തോത്രം. അത് വിടിവിക്കലോ വിടിവിക്കാത്ത ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങളെ ആര് പഠിപ്പിച്ചതാ? ഞങ്ങളുടെ പിതാക്കന്മാരെ പഠിപ്പിച്ചത്. ഇന്ന് പ്രിയ മക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും തലമുറയുടെ പോക്ക്. തലമുറയെ പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കാതെ, അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കാതെ വളർത്തിയിട്ട് ഒരു പ്രായമായി കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഉണ്ടോ? സ്തോത്രം. നാട്ടുകാരുടെ മക്കളെ കുറിച്ച് പറയാൻ നമുക്കറിയാം. ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാനറിയാം. ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പറ്റും? ഒരു പ്രായം കഴിഞ്ഞു, നീ ചെയ്യാൻ പറ്റുമോ? ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും. അതിനെന്ത് വേണം? ഉറപ്പ് വേണം. ആരോട്? കർത്താവിനോട് ഉറപ്പ് വേണം. ദൈവ പ്രമാണത്തോട് ഉറപ്പ് വേണം. എന്റെ ദൈവത്തിന്റെ ഈ പ്രമാണം, ദൈവത്തിന്റെ വചനം എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവുമെന്നൊരു ഉറപ്പ് വേണം. ഞാൻ ദൈവത്തിന്റെ പ്രമാണത്തെ, ദൈവത്തിന്റെ വചനത്തെ നിവർത്തിയാക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അത് പ്രായമായാലും പ്രായം കുറഞ്ഞാലും ഞാൻ ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെയും ഈ ലോകത്ത് ഞാൻ ജീവിക്കുന്ന കാലം വരെ ഈ പ്രമാണത്തെ നിവർത്തിപ്പിക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്ത് കഷ്ടം വന്നാലും, പ്രതികൂലം വന്നാലും, പ്രയാസം വന്നാലും എനിക്ക് വിഷയമില്ല. എനിക്ക് കർത്താവിനെ ഉയർത്തിയേ പറ്റൂ. ദൈവത്തിന്റെ പ്രമാണത്തെ ഉയർത്തി കാട്ടിയേ പറ്റൂ. ആ ദൈവത്തിന്റെ പ്രമാണത്തിന്റെ സാക്ഷിയായി തന്നെ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ജീവിക്കത്തുള്ളൂ എന്നൊന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം തകർക്കുവാൻ ഒരു ശത്രുവിന്റെ ഭവനത്തിനകത്ത് വരത്തില്ല. ഒരു ശത്രുവിന്റെ പ്ലാനോ പദ്ധതിക്കോ നിന്റെ തലമുറ തൊടുവാൻ കഴിയത്തില്ല. ഒരു ചോദ്യചിഹ്നമായി നിർത്തത്തില്ല. കാര്യം നീ തീരുമാനമെടുത്ത് ഉറയ്ക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ശത്രു നിന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് വെല്ലുവിളിക്കുന്നത്.
ദിവസം കഴിഞ്ഞ് 40 ദിവസം വാസം കഴിഞ്ഞ് യേശു വന്നപ്പോൾ യേശുവിനെ പരീക്ഷിക്കാൻ പിശാച് വന്നു. പിശാച് വന്നതും തിരുവചനം കൊണ്ടാണ്, അല്ലയോ? തിരുവചനം കൊണ്ടാണ്. ആ തിരുവചനത്താലാ ആര് ജയിച്ചത്? യേശുവൻ ജയിച്ചത്. അന്ന് തിരുവചനം അങ്ങനെ പറയുന്നല്ലോ എന്ന് പറഞ്ഞ് യേശുവൻ മിണ്ടാതിരുന്നില്ല. യേശുവിന്റെ ആ തിരുവചനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളോടും പിശാചിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പിശാച് അവനെ വിട്ടുപോയി. സ്തോത്രം. നമ്മൾ ചിലത് കേൾക്കുമ്പോൾ എന്തുവാ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ അധികാരം തന്നിട്ടുണ്ട്, ശക്തിയുണ്ട്, കാരണങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്കാനല്ല. പ്രാർത്ഥിക്കാൻ ദൈവഹിതമുള്ള അടുത്ത് പ്രാർത്ഥിക്കാൻ അധികം വെച്ച് എനിക്ക് പ്രാർത്ഥന കൃപ തന്നത്, പ്രവചനം തന്നത്, രോഗസൗഖ്യം തന്നത് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, കർത്താവിന്റെ നാമത്തെ പ്രസിദ്ധമാക്കുവാൻ ദൈവം തന്നത്. അതിനെ കൊണ്ട് അമികല്ലിയ അപമാനപ്പെടുത്തുവാനും ലജ്ജിക്കപ്പെടുത്തുവാനും അല്ല ആര് തന്നത്? കർത്താവ് നമുക്ക് തന്നത്. ഓർത്തോണം, എന്ന് പറഞ്ഞത് ഓർത്തോണം. സ്തോത്രം. അവരോട് പറഞ്ഞ അവരെ എടുത്തു പറയുക. സ്തോത്രം. ഞങ്ങളുടെ പിതാക്കന്മാര്, സ്തോത്രം, ഞങ്ങളുടെ കുടുംബം ഒരിക്കലും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല വേറെ നമസ്കരിക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ അതേ ചെയ്യത്തുള്ളൂ. ഞങ്ങൾക്ക് മരണമല്ല വിഷയം. മരണം മുഖം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ അനുഗ്രഹിച്ചു വരുന്ന പാസ്റ്റർമാരെ പറയും, മോനെ കുഴപ്പമൊന്നുമില്ലടാ, നീ കാല് വേണമെങ്കിലും പിടിക്കണം. സ്തോത്രം. അല്ലെ നമസ്കരിക്കാൻ മാത്രം പോലെ അയാളെ കാലോട് പിടിച്ച് അല്ലെങ്കിൽ കാലിലൊരു ഉമ്മയും കൊടുത്തിട്ട് വാ. സ്തോത്രം. അല്ലെ നമുക്ക് തൽക്കാലം ജീവിച്ചാൽ പോലെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ, പറഞ്ഞു കൊടുക്കുന്ന സഭ ശുശ്രൂഷകന്മാരായിരുന്നു കൂടുതലുള്ള കാര്യം. എന്തുവാ? അല്പ നന്മ മതി. സ്തോത്രം. ഞാൻ എപ്പോഴും ദൈവസന്നിധി വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ഇത്രയും കഷ്ടങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ വന്ന് സഭ തകർക്കുവാൻ പല രീതി പിശാച് നോക്കി വെല്ലുവിളിച്ചു. അവിടെ ഒന്നും തകർന്നു പോകാതെ ഇതുവരെ പിടിച്ചു നിൽക്കുന്നതെല്ലാം കർത്താവിന്റെ നാമം നീതീകരിക്കപ്പെടണമെന്ന് ഓർത്താൽ ആ പ്രത്യാശ കണ്ട. അതല്ലെങ്കിൽ എനിക്ക് ആളിനെ കൂട്ടാൻ അറിയാം, സഭ കൂടെ കിട്ടാനുള്ള മാർഗമെല്ലാം എനിക്കറിയാം. സ്വന്തം മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്താൽ ഇതൊന്നും അല്ല ജനം വരുന്നത്. ഇടിച്ചൂന്നി ജനം വരും, എന്ത് ചെയ്ത് തരാൻ തയ്യാറായിട്ട് വരും. സ്വന്തമല്ലേ. പക്ഷേ കർത്താവിന്റെ നാമം യഥാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ വരുന്നില്ല, കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നമ്മളെ സഭയ്ക്കകത്തും ഇലക്ഷൻ ആകുമ്പോൾ ഒരു 10-25 സ്ഥാനാർത്ഥികളാണ്. അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അനേകം ഡോക്ടേഴ്സുമാർ, എഞ്ചിനീയേഴ്സും അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം വരും. ഇതെല്ലാം നല്ലതാണ്, എല്ലാത്തിനെയും അനുഗ്രഹിച്ചു വിടാം. ലണ്ടൻ, കാനഡ എല്ലാം അനുഗ്രഹിച്ചു വിടാം. അതിനനുസരിച്ച് സഭയും സഭാ ഹോളും എല്ലാം അനുഗ്രഹപ്പെട്ടു വരും. പക്ഷേ ഇതൊന്നും എവിടെ വരത്തില്ല, ഭൂമിയിലേ വരത്തുള്ളൂ. എവിടെ വരത്തില്ല? ദൈവത്തിന്റെ സന്നിധി വരത്തില്ല. ഇത് വരാതിരിക്കാൻ വേണ്ടിയാ, ഇത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഇത്രയും കൊല്ലം തകരുമെന്ന് വെല്ലുവിളിച്ചും വാദിച്ചുകൊണ്ടെല്ലാം ഫൈറ്റ് ചെയ്ത് ഇതുവരെ വന്നൊരു കാര്യം എന്തുവാ? ദൈവത്തിന്റെ സഭയെ ഉയർത്തണമെന്ന് നോക്കാം. ദൈവസഭ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ജീവിക്കുന്ന സഭയുണ്ടെന്ന് കാണിക്കുവാൻ, അത് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാ ഇത്രയും കാലം നമ്മൾ ഓടി വന്നത്. സ്തോത്രം. അത് ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടി. മനുഷ്യനെ കാണിക്കാനല്ല. ആർക്ക് വേണ്ടിയാ? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ. നമ്മൾ ഓരോരുത്തരും ദൈവം എന്തിനാ വിളിച്ചിരിക്കുന്നത്? കർത്താവിന്റെ സാക്ഷിയായി നിൽക്കാൻ. ഇതേപോലെ പറയാൻ സാക്ഷ്യം വേണം. എന്തുവാ? അവർ എഴുന്നേറ്റ് പറയുക, ഞങ്ങളുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കരുത്. അതുകൊണ്ട് മരണമൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. മരണമൊന്നും വിഷയമല്ല. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രതികൂലം വന്ന്, പ്രയാസം വന്ന്, അയ്യോടാ നീ ഇപ്പോഴും നന്മ അനുഭവിക്കുമല്ലോടാ, നിനക്ക് നല്ല ജോലി അല്ലയോടാ, നന്മയല്ലോടാ, ഇതെല്ലാം വിട്ടിട്ട് നീ എങ്ങനെയാണോ വരുന്നത്? ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സഭയ്ക്കകത്ത് സഭയുടെ ആരംഭ സമയത്ത് എല്ലാം സ്ട്രോങ് ആയിട്ട് വന്നൊരു കുടുംബമാണ് ആരീശ്വര കുടുംബം. നമുക്കറിയാം, ആരീഷിന് ഇടയ്ക്ക് വെച്ച് ദൈവം ശക്തമായി ദൈവത്തിന്റെ ആലോചന പറഞ്ഞു, ദൈവത്തിന്റെ അല്ലപ്പാട് കൊടുത്തു, ദൈവം കൊടുത്തു. സ്തോത്രം. സുവിശേഷം എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. സ്തോത്രം. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? നേരെ പറഞ്ഞോളൂ. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാം വിട്ട് ഇറങ്ങുമോ. സ്തോത്രം. പുള്ളിക്കാരൻ ഇറങ്ങി. പക്ഷെ ആ പുള്ളിക്കാരൻ അവിടെയല്ല ഇവിടെയില്ലെന്ന് ഇന്നിരിക്കും. ഇറങ്ങി കഴിഞ്ഞു. എന്തുവാ? ഇതുവരെ ആരിഷും ഗാദി മക്കളും രക്ഷപ്പെട്ടു. ഇപ്പോഴും അടിമത്തത്തിൽ തന്നെ പോകും. അമ്മായിപ്പന്റെ അടിമത്തത്തില്, സ്വന്തം വീട്ടിലെ അടിമത്തത്തില്, അവിടെയില്ല ഇവിടെയില്ല, എന്തൊക്കെ പണി ചെയ്തു. രണ്ടുപേര് ഗൾഫിൽ പോയി, എത്ര വട്ടം ഗൾഫിൽ പോയി, എത്ര വട്ടം വന്നു. സ്വന്തമല്ല അടുത്ത ജോലി ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു. ഓരോ വിഷയങ്ങൾ, ആക്സിഡന്റ്, അടുത്ത കഴുത്ത് പോയി, മറ്റേ പോയി, മറിച്ച് ഓരോ വിഷയങ്ങൾ ഓരോന്നിന്റെ ഒന്നിന്റെ പുറകെ ഒന്നായി കൊണ്ടുവരുന്ന അല്ലാതെ ഇതുവരെ ഇതിനിടയ്ക്ക് പോസ്റ്റിൽ വഴി ബൈബിൾ കോളേജ് പഠിച്ചു. അവിടെ ആരാധന സ്റ്റാർട്ട് ചെയ്തു, ആരാധന കൂട്ടി, എന്തൊക്കെ പണി ചെയ്തു. കാര്യം എന്തുവാ?
ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ ആരെ നോക്കാവൂ? യേശുവിനെ. അല്ലാതെ എന്റെ മക്കളെ ഉന്നത വിദ്യാഭ്യാസം എനിക്ക് ചെയ്യണം. സ്തോത്രം. അല്ലെങ്കിൽ ഇന്ന പാസ് അല്ലെങ്കിൽ സ്തോത്രം ഷിഫ്റ്റ് കാർ മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലും വലിയ കാർ മേടിക്കണം. ഇതൊന്നും അല്ല നോക്കേണ്ടത്. ഇന്ന പാസ് ഇത്രയും പേരെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലും വലിയ കൂട്ടണം. ഈ ചിന്തയൊന്നും അല്ല വരേണ്ടത്. എനിക്ക് ഇന്ന വീട് വെക്കണം. ആ പാസ് കിട്ടിയല്ലോ, ആ പാസ് കഷ്ടപ്പെട്ടതായിരിക്കും കിട്ടിയത്. ആ പാസിന്റെ പഴയ ലിസ്റ്റൂടെ നോക്ക്, എവിടുന്ന കയറി വന്ന് നോക്ക്. സ്വന്തം അതൊന്നും നോക്കത്തില്ല. എല്ലാവർക്കും എന്ത് വേണം? ഇപ്പോൾ അറിയപ്പെട്ട രീതിയിലേക്ക് അവരും എന്ത് ചെയ്യണം? അറിയപ്പെടണം. സ്തോത്രം. ദൈവകല എന്ന് പറഞ്ഞാൽ ഉടനെ അവര് ഏറ്റവും ടോപ്പ് പാസ്റ്റർമാരെ കൂട്ടുന്നത്. അവര് ടോപ്പ് പാസ്റ്റർമാര് പോകുന്നില്ല. അതേപോലെ എനിക്ക് വാങ്ങണം. അതേപോലെ അവനല്ല നീ ഇറങ്ങിയത്. ആരെ പോലെ ആവാനാ? യേശുവിനെ പോലെ ആവാൻ. യേശുവിനെ പോലെ ആവാൻ. അതായിരിക്കണം നിന്റെ ഫ്രണ്ടില്. സ്തോത്രം. നിന്റെ ഫ്രണ്ടില് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്നാള് ഇന്ന രീതി പോകുന്നു, പിന്നെ നീ എന്താ പോകത്തെ? ഞാൻ വിശുദ്ധിയെ പിടിക്കുന്നുണ്ട്. ഞാൻ വിശുദ്ധിയെ പിടിക്കുന്നുണ്ട്. അത് സ്തോത്രമാല എനിക്ക് വന്ന് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറഞ്ഞ എനിക്ക് അമ്മയുടെ ബന്ധം എനിക്ക് വേണ്ട. എനിക്ക് അതിലും വലിയ ബന്ധം ആര് തരുന്നുണ്ട്? എന്റെ കർത്താവ് എനിക്ക് തരുന്നുണ്ട്. എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ തരുന്നതല്ല കാപട്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്ത് പണം ഉണ്ടാക്കാൻ എനിക്ക് പറഞ്ഞു തരുന്നത്. പണം ഉണ്ടാക്കാനല്ല ഞാൻ ഇറങ്ങിയത്. ഞാൻ ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത്, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് എന്റെ പേരുണ്ടാവണം. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. അത് അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ ഓർക്കുക, ആയിഷയുടെ സാക്ഷ്യം തന്നെ ഇതുവരെ ഒരു യഥാർത്ഥമായ ഒരു വഴി തോന്നുന്നത്. സ്തോത്രം. ഇതുവരെ നന്മ വന്നിട്ടില്ല. എനിക്ക് അവരോട് സഹതമ തോന്നി. അന്ന് കർത്താവിന്റെ വേലയ്ക്ക് യഥാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചായിരുന്നു. ഇന്ന് ഒരു വലിയ പൊസിഷനിലേക്ക് ആര് കൊണ്ടുപോയത്? കർത്താവ് കൊണ്ടുപോയത്. അവര് വിശ്വസ്തയോട് നിന്നായിരുന്നു. ഒരു ദൈവസഭ പണിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സഭ വരുന്നെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, സന്തോഷമൊന്നും അല്ല. ഒരുപാട് കഷ്ടങ്ങൾ എന്ത് ചെയ്യണം? തരണം ചെയ്തു വരണം. പട്ടിണി കാണും, മക്കളെ പഠിപ്പിക്കാൻ കാണത്തില്ല, ഇതെല്ലാം കാണും. പക്ഷെ നിന്റെ തലമുറ ഒരിടത്തും എന്ത് ചെയ്യത്തില്ല? താന്നു പോത്തില്ല. നിന്റെ തലമുറ ഉയർത്തപ്പെടേണ്ട സമയത്ത് ആര് ഉയർത്തിക്കൊള്ളും? ദൈവം ഉയർത്തിക്കൊള്ളും. നിന്റെ തലമുറ വലിയ സ്കൂളിലൊന്നും പഠിച്ചില്ലെങ്കിൽ, സാധാ സ്കൂളിലാണ് പഠിപ്പിക്കാൻ പറ്റിയേ. നിന്റെ തലമുറ വലിയ സ്കൂളിൽ പഠിച്ചതിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ആര് കൊണ്ടുവരും? ദൈവം കൊണ്ടുവരും. പിന്നെ വലിയൊരു സ്കൂളിലേക്ക് നിന്റെ തലമുറയെ പഠിപ്പിക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള വഴിയും ആര് കൊണ്ടുവരും? ദൈവം കൊണ്ടുവരും. ദൈവം ഒന്നിനും വഴി കിടക്കത്തില്ല. പക്ഷേ ചിലത് കഷ്ടപ്പെട്ടേ പറ്റൂ, ചിലത് പട്ടിണി ഇരുന്നേ പറ്റൂ, ചിലത് വില കൊടുത്തേ പറ്റൂ, ചിലവരുടെ നിന്ന് കേട്ടേ പറ്റൂ, ചിലവരുടെ പരിഹാസം കേട്ടേ പറ്റൂ, ചിലവരുടെ അപമാനം കേട്ടേ പറ്റൂ. ഇതെല്ലാം സഹിച്ചാലേ ആരനുഗ്രഹിക്കത്തുള്ളൂ? കർത്താവ് അനുഗ്രഹിക്കത്തുള്ളൂ. പത്രോസ് പറഞ്ഞു, എല്ലാം വിട്ടു ഞങ്ങൾ വന്നു. പടക് വിട്ടു, വല വിട്ടു, മീൻ വിട്ടു, എല്ലാ പണിയും വിട്ടു വന്നു. ഞാൻ നിന്റെ പിന്നാലെ വന്നു. നീ എനിക്ക് എന്ത് തരും? പത്രോസിനോട് കർത്താവ് എന്ന് പറഞ്ഞേ, ഈ ലോകത്തിൽ കഷ്ടതയോട് കൂടെ നീ വിട്ടതിൽ 100 മടങ്ങ് ഞാൻ നിനക്ക് തരും. സ്തോത്രം. പുള്ളിക്കാരൻ ഓട്ട വിട്ടു, ഓട്ടയിൽ ചാടി പുറത്തിറങ്ങി. അമ്മയ്ക്ക് സ്തോത്രം, അമ്മായിപ്പറ്റോടുള്ള ബിസിനസ് വിട്ടു. പക്ഷേ പകുതി മുക്കാലും അവിടെ കിടക്കും. കാര്യം എന്തുവാ? ഇവര് ദൈവത്തിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങും. ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഭാര്യ മക്കളും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. ഭയങ്കര തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നു. ഉടനെ ഒരു ഫോൺ കൊണ്ടുവരും. പ്രാർത്ഥന കാണോണ്ടിരിക്കും, ഉപവാസം കാണോണ്ടിരിക്കും. ഫോൺ കൊണ്ടുവരും. അമ്മായിപ്പൻ, അത് ഞങ്ങൾ നാർമൂലിൽ പോകുന്നു, നീ വരുന്നുണ്ടോ? പ്രാർത്ഥന ബൈബിൾ മടക്കി വെച്ചിട്ട് അമ്മായിപ്പനും അമ്മായിമ്മയുടെ കൂടെ സ്വന്തമായ രാജീവനന്റെ കൂടെ രമശേഖരോട് കൂടെ നാടകം എവിടാ? നാഗൂരിൽ 10 അമ്പലത്തിലും കയറി അതിന്റെ വാതിക്കെ പോയി നിൽക്കും. അവിടേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് 2 ടൂറുകളും കൊണ്ടുപോയിട്ട് പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത്, അമ്മായിപ്പ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും, അത് തിന്നും. സ്വപ്നം പിന്നെ ഞങ്ങൾ ഭയങ്കര പ്രാർത്ഥന, ഇനി ഒരു ബന്ധവും ഇല്ല പ്രാർത്ഥന. 2 ആഴ്ച കഴിയുമ്പോൾ രാജവണ്ണം വിളിച്ചു പറയും, ഹരീഷേ നമ്മൾ മൈസൂരിൽ പോകും, വരുന്നവരാകി ബൈബിൾ മടക്കി വെച്ച് പോകും. നന്നാവൂ 2 വള്ളത്തിലാണ് ആര് വെച്ചിരിക്കുന്നത്. ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അതിന് സാക്ഷിയാ. അവരുടെ അയൽവാസികൾ ചോദിച്ചു നോക്കിയാൽ മതി, സാക്ഷിയാ. ഒരു ദിവസം ഞാൻ സ്തോത്രം അല്ലെങ്കിൽ ചിലവർക്ക് വിഷമം തോന്നി. ഇത്രയും ഉയർത്തപ്പെടാതെ ശപിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. ആത്മീയ കാഴ്ചപ്പാടുള്ള പിള്ളേരായിരുന്നു, ആത്മീയ ഉണർവുള്ള പിള്ളേരായിരുന്നു. സ്തോത്രം. ഈ സഭയ്ക്കകത്ത് നിന്നപ്പോ വലിയ കാഴ്ചപ്പാടായിരുന്നു, ആത്മീയ ഉണർവ്. രാഗിയുടെ ചില സാക്ഷ്യം കേട്ടാൽ ഞെട്ടിപ്പോകുന്ന സാക്ഷ്യങ്ങളുണ്ട് ദൈവത്തിന് വേണ്ടി നിന്നത്. പക്ഷെ എന്തില്ല? ഉറപ്പില്ല. അതുകൊണ്ടാണ് പറഞ്ഞേ, അടിസ്ഥാനം ഉറപ്പുണ്ടെങ്കിലേ മേലിൽ വീട് വെക്കാൻ പറ്റും. മണൽമേൽ വീട് വെച്ചവൻ ഒലിച്ചു പോകും, അവൻ നിൽക്കത്തില്ല. പക്ഷെ അടിസ്ഥാനം വിട്ട് ഭവനം വെച്ചവൻ നിലനിൽക്കും. ഞാൻ അവരെ കുറ്റം പറയുന്നതല്ല, അവരുടെ അടിസ്ഥാനം വിടാത്തതുകൊണ്ടാണ്. എനിക്ക് ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ്. എന്റെ അനിയനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ സ്വന്തം ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ അനിയനെ പോലെ സ്നേഹിക്കും. ഞാൻ പലപ്പോഴും ഓർക്കുന്നത് ഇത്രയും അന്തംബന്ധിച്ചു പോലെ കാര്യം എന്തുവാ?
അടിസ്ഥാനത്തിനൊപ്പം ഉറപ്പില്ല. സ്തോത്രം. നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം വിട്ടുപോയ അമ്മയല്ലേ കുടുംബം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു. പക്ഷെ സ്തോത്രം എന്തില്ല? അടിസ്ഥാനമില്ല. അടിസ്ഥാനപ്പെടണം, ബലപ്പെടണം. ഇപ്പോഴും വന്ന് നിൽക്കുക സ്തോത്രം, ഇപ്പോഴും വന്ന് കൈകെട്ടിയിരിക്കുക. ഇതുവരെ കൈ അയക്കാൻ പറ്റിയിട്ടില്ല. മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വന്ന് എന്തുവാ? ഒരു ഉയർച്ചയും നന്മയില്ല. സ്തോത്രം. അവർ തലമുറ അനുഗ്രഹപ്പെടും. ഇവരിങ്ങനെ പോയാൽ ഇവർ തലമുറ അനുഗ്രഹപ്പെടും. എന്തുവാ? ഈ തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് ദിവസം പ്രാർത്ഥിച്ചുള്ള നമ്മൾ സഭ പ്രാർത്ഥിച്ചിട്ടുള്ള സ്തോത്രം, നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. തലമുറ അനുഗ്രഹപ്പെടും. ഈ അപ്പനും അമ്മയ്ക്ക് വേണ്ടി സഭ എത്ര വട്ടം പ്രാർത്ഥിച്ചിട്ടുള്ളത്, എത്ര വട്ടം കണ്ണീരൊഴുക്കിയത്. അപ്പോഴ് സഭ അമ്മയുടെ പ്രാർത്ഥനയൊന്നും എന്ത് ചെയ്യത്തില്ല, പോത്തില്ല. തലമുറ രക്ഷപ്പെടും സ്തോത്രം. പക്ഷെ ഇവർ രക്ഷപ്പെടാത്ത കാര്യം എന്തുവാ? ഉറപ്പില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കുന്ന മാർഗമാണ് ദൈവത്തിന്റെ മാർഗം. ദൈവത്തിന്റെ മാർഗത്തെ പോലെ ഉറപ്പിക്കാൻ വേറെ ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് ഉറക്കണമെങ്കിൽ ഇച്ചിരി പാടാ. പ്രതികൂലവും പ്രയാസവും കാറ്റും എല്ലാം ആനടിക്കും. അവിടെ ഒന്നും തളർന്നു പോകാതെ പിടിച്ചിരുന്നാൽ മാത്രമേ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ പറ്റൂ. സ്തോത്രം. ഇതിപ്പോ ശത്രുക്കൾ മേശ കവോനിയോനോട് പറയുക, എടാ സാരമില്ലടാ, നീ ഇപ്പോ ഉമ്മ നമസ്കരിക്കുന്ന വലിയ കാര്യമല്ലോ. ഇന്നത്തെ തലമുറയിലെ പാസ്റ്റർമാരാണെങ്കിൽ സഭ എന്ന് പറയും, പോയി കാല് വീണോ പറയും. ഒന്ന് കാല് വീണ് വേണമെങ്കിൽ എന്ത് വേണം, ഒന്ന് കെട്ടിപ്പിടിച്ചോ, വേണമെങ്കിൽ എന്ത് ചെയ്യും? ദൈവം അനുഗ്രഹിക്കും. ആ തൽക്കാലം അല്ലയോ, ഒരു ദിവസത്തിന്റെ കാര്യമില്ല, കുഴപ്പമില്ലല്ലോ. ഇന്ന് അതാ പഠിപ്പിക്കുന്നത്. അന്നത്തെ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന അതല്ല. അവര് വിട്ടു വന്നിട്ടുണ്ടെങ്കിൽ വിട്ടു വന്നതാ. അവര് വീണ്ടും ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. അവര് മുന്നോട്ടേ നോക്കുന്നുള്ളൂ. കാര്യം എന്തുവാ? അവര് വിട്ട് സകലതും, അവരുടെ വീട് വിട്ടത്, ബന്ധുക്കളെ വിട്ടത്, അപ്പനമ്മയെ വിട്ടത്, സഹോദരങ്ങളെ വിട്ടത്, അവരുടെ സ്വത്ത് വിട്ടത് എല്ലാം വിട്ടിട്ട് അവരാരെക്കാണ് വന്നത്? പ്രത്യാശ പ്രാപിക്കാൻ വന്നത്. ഇത് പ്രത്യാശ എന്ന് പറയുന്ന കാഴ്ചപ്പാട് പല ദൈവമക്കൾക്കും ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പാപത്തിലേക്ക് പോകുന്നത്, ലോകത്തിന്റെ ചിന്തയിലേക്ക് പോകുന്നത്. പ്രത്യാശയുടെ മക്കളാണ് നമ്മൾ, അവകാശികളാണ് നമ്മൾ. തിരിച്ചറിയ അപ്രത്യാശ നോക്കി ഓടിയാൽ മതി. ദൈവം തന്നെ അനുഗ്രഹിച്ചു. 100 മടങ്ങ് ദൈവം പ്രതികൂലം തരും. കഷ്ടങ്ങൾ കാണും, പ്രയാസങ്ങൾ കാണും, എങ്കിലും ദൈവം നിനക്ക് എന്ത് ചെയ്യും? 100 മടങ്ങ് തരും. ഒരു കഷ്ടവും പ്രയാസവും ഇല്ലാത്തൊരിടത്തേക്ക് കൊണ്ടുപോകുന്നൊരു ദിവസമുണ്ട്. കാന്തനോടൊപ്പം പോകുന്നൊരു ദിവസമുണ്ട്. അവിടെ പ്രയാസമില്ല, കഷ്ടമില്ല, പ്രതികൂലമില്ല. ലോകത്തിൽ കഷ്ടവും പ്രതികൂലം ഉള്ളിടത്തും യേശുവിനെ വേണ്ടി ജീവിക്കുന്ന സാക്ഷിയായിട്ട് നിൽക്കാനാ കർത്താവ് നിനക്ക് കഷ്ടവും പ്രതികൂലം തരുന്നത്. കാര്യം മറ്റുള്ളവരെ കാണിക്കാൻ എത്ര കഷ്ടം വന്നാലോ മാറത്തില്ല. ദൈവമായിട്ടുള്ള ബന്ധമാണ്. അതാ അവൻ എത്ര കഷ്ടവും പ്രതികൂലം കൊടുത്തിട്ടും അവൻ തകർന്നു പോകത്തില്ല. കാര്യം അവന് ആരുമായിട്ടുള്ള ബന്ധമുണ്ട്, ദൈവമായിട്ടുള്ള ബന്ധമുണ്ട്. എന്തിനാ കർത്താവ് നമ്മളെ വിളിച്ചത്? ദൈവത്തിന്റെ മന്ദിരമാവുക. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലുമെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം കൊഴുത്ത് ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി. ചൂള പതിവായി ചൂട് പിടിപ്പിച്ചത് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കാൻ അവർ കൽപ്പിച്ചു. രാജാവിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ചങ്കുറ്റത്തോട് 3 ദൈവത്തിന്റെ മക്കൾ എഴുന്നേറ്റ് പറയുക, വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. രാജാവിന് ദേഷ്യമാണ്. നമുക്ക് ഈ ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ അഡ്ജസ്റ്റ് ആവും. പലരുടെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. സ്വപ്നം ഇവർക്ക് രാജാവിന് ദേഷ്യം വരുന്നോ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇവര് കേട്ട് വളർന്ന ദൈവവചനത്തിന്, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നു. അവരോട് ദേഷ്യം തോന്നി. അവിടെ നിന്നോട് രാജാവ് പറഞ്ഞു, ഇവരുടെ കാര്യം കൈ കെട്ടാൻ പറഞ്ഞു. സ്തോത്രം. അടുത്തത് ചില പുരുഷന്മാരോട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളഞ്ഞു. രാജകൽപ്പന കർശനമായിരിക്കൊണ്ടും ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. എരിയുന്ന തീ. ഇത്രയും രാജാവ് കേട്ടപ്പോൾ രാജാവിന് കോപമുണ്ടായിട്ട് രാജാവ് പറഞ്ഞു, ഇപ്പോൾ എരിക്കുന്നതിന് 7 വരെ ഇരട്ടി തീ കൂട്ടാൻ പറഞ്ഞു. ഇപ്പൊ എരിക്കുന്ന തീ പോട്ടെ 7 വരെ. എന്നാൽ രാജാവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ 3 ചെറുപ്പക്കാർ പറയുന്നത് കേട്ടപ്പോൾ രാജാവിനെ അങ്ങോട്ട് സഹിക്കാൻ പറ്റും. രാജാവ് പറയുക, ഇപ്പോൾ എരിയുന്നതിന് 7 മടങ്ങ് എന്ത് ചെയ്യണം? തീ കൂട്ടാൻ പറഞ്ഞു. കൂട്ടിയിട്ട് ഇവരെ എറിയുവാൻ സേനാധിപതികളെ വിളിച്ചു. ഇവരുടെ ആരോഗ്യമുള്ളവരെ വിളിച്ചു. ഇവരുടെ കാലും കൈയും കെട്ടി അവർ എറിയാൻ ചെന്നു. സ്തോത്രം.
എറിയാൻ ചെന്നു, അവരെ തീയിലിട്ടു. അതിനു മുമ്പേ ഈ കൊണ്ടുപോയ എന്ത് ചെയ്തു? തീയിൽ വെന്തു. നമുക്ക് പ്രതികൂലമായിട്ട്, പ്രതിസന്ധിയായിട്ട് നമുക്കെതിരെ എഴുന്നേൽക്കുന്ന ഓരോ വ്യക്തികളെ, ഓരോ ശക്തികളെ ദൈവം തീ ദഹിപ്പിച്ച് കളയും. നമ്മൾ വിളിക്കുന്ന തീയുടെ ദൈവത്തെയാണ് ആരാധിക്കുന്ന, നമ്മൾ തീയുടെ ആരാധനയാണ്. ആ ദഹിപ്പിക്കുന്ന, ദൈവത്തിന്റെ അഗ്നിയാക്കുന്ന ദൈവത്തിന്റെ ആരാധനയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ആരാധന നമ്മൾ വെളുപ്പെടാം. നിനക്കെതിരെ ഏത് ശക്തി എഴുന്നേറ്റാലും, നിനക്കെതിരെ ഏത് വ്യക്തി എഴുന്നേറ്റാലും അതിനെ ദഹിപ്പിച്ച് കളയും. അവന്റെ പേരില്ലാതാക്കുന്ന, അവന്റെ പേരില്ലാതാക്കുന്ന, അവന്റെ പ്ലാനോ പദ്ധതിയോ ഇല്ലാതാക്കുന്നതിൽ ദഹിപ്പിച്ച് പറയുന്ന ഒരു ദൈവത്തെ ഞാനീ ആരാധിക്കുന്ന തിരിച്ചറിഞ്ഞു. ആ യേശുവിനെ മക്കളെ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു. നമ്മളെ എന്തെങ്കിലും നമ്മുടെ ദൈവത്തിനകത്ത് വരണമെങ്കിൽ ആ യേശു അറിയാതെ വരത്തില്ലെന്ന് പറഞ്ഞ് വിശ്വസിച്ചു. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. അഥവാ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ദഹിപ്പിച്ച് കളയുന്നവനാണ് ദൈവം. എനിക്ക് ഞെട്ടിപ്പിച്ചൊരു വിഷയം, കൽപ്പന പുറപ്പെടുവിച്ചവനെയല്ല, ദൈവജനത്തെ തൊട്ടവനെയാണ് ആദ്യം ലഭിച്ചു തന്നെ. സ്തോത്രം. ആദ്യം അമികാലിനെ ദൈവം ചെയ്തു ദഹിപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. ചിലവർ പറയും അത് പ്രവർത്തിക്കുന്നവനെ ആരും വിടത്തില്ല, ദൈവം വിടത്തില്ല, ദൈവമക്കളെ തൊടാൻ ആരും സമ്മതിക്കത്തില്ല. സമ്മതിക്കുകയില്ല. ഇത് പകരം കൊണ്ട് വിശ്വസിക്കുക, എന്റെ ദൈവം സ്തോത്രം ഒരു ശത്രുവായ പിശാചിനെ എന്നെ തൊടാൻ ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഒരുവന്റെ പ്ലാനും ബുദ്ധി എന്റെ കുടുംബത്തിനകത്ത് ജയിക്കത്തില്ല, അവനും ജയിക്കത്തില്ല. കാര്യം എനിക്ക് എന്റെ യജമാനൻ എന്റെ കർത്താവ്, ആ കർത്താവിനെ മുറുകി പിടിച്ചിരിക്കുന്ന കാലത്തോളം എന്നെ എന്റെ കുടുംബത്തെ തൊടാൻ ഒരു ശക്തിയെ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ ഓഹരിയ, ഞാൻ ദൈവത്തിന്റെ പൈതല, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ. എന്റെ ഭവനത്തെ തുറന്നുവെങ്കിൽ ദൈവം അറിയാം. Sodom, 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 Sodom. നമുക്ക് പ്രതികൂലമായി കൊണ്ടുവരുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. അവന്റെ പേര് പോലും ഇല്ലാത്ത രീതി ദഹിപ്പിച്ചു കളഞ്ഞു. അടുത്തത് പെട്ടെന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് അവൻ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ അർത്ഥമാണ്. ദൈവം വെളിപ്പെടുത്തിക്കുന്ന റൂളായി എന്തുവാ? 3 പേരെ എരിയുന്ന തീക്കകത്തിട്ടു. 3 പേരും തീയിലിടാൻ പോയ വ്യക്തികൾ ആ തീയുടെ അടുത്ത് ചെന്നപ്പോഴേ വെന്തിരിക്കും. പക്ഷേ തീക്കകത്ത് വീണ 3 ചെറുപ്പക്കാർ കൂടാതെ നടക്കാൻ തുടങ്ങി, തീക്കകത്ത് നടക്കാൻ തുടങ്ങി. സ്തോത്രം. രാജാവ് നോക്കിയപ്പോ, സ്തോത്രം, കൽപ്പിച്ച രാജാവ് നോക്കിയപ്പോ നമ്മൾ 3 പേരെ ഇട്ട് 4 തന്നെ ഇറങ്ങി വന്നിരിക്കുന്നു. 4 പേര് നടക്കുന്നു. നമ്മൾ എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ മന്ത്രി നോക്കി, എല്ലാവരും നോക്കിയപ്പോ എന്തുവാ? നമ്മൾ 3 പേരെ ഇട്ടു, 4 നടക്കാൻ തുടങ്ങി. സ്തോത്രം. ഇടാൻ പോയവൻ വെന്തിരിഞ്ഞു പോയി, അവരുടെ അഡ്രസ് ഇല്ലാതായി പോയി. സ്തോത്രം. ഒരു അസ്ഥി പോലും ഇല്ലാത്ത രീതിയിലായി പോയി. പക്ഷേ തീ വീണതിന് ചെറുപ്പക്കാരൻ നടക്കുന്നു, അതിനകത്തൂടെ കിടന്ന് നടക്കുന്നു. അതിന്റെ കൂടെ ഒരാൾ ഇറങ്ങി വരുന്നു. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഇതേപോലെ ദൈവം എന്റെ മന്ദിരമാണ്. എന്റെ ഭവനത്തിനകത്ത് തൊട്ടാൽ ദൈവത്തെ തൊട്ടതുപോലെ ഇന്ന് തൊടുന്നവൻ ഓർക്കുമ്പോൾ പുറമെ നിൽക്കുന്ന നമ്മളെ കാണത്തുള്ളൂ. പക്ഷെ തൊടാൻ തുടങ്ങി കഴിയുമ്പോൾ അതിനകത്തിരിക്കുന്നവരെ തിരിച്ചറിയാൻ തുടങ്ങും. നമ്മുടെ വീട്ടിലെ കർത്താവിനെ കാണാൻ തുടങ്ങും, കർത്താവിനെ പ്രവർത്തിക്കാൻ കാണാൻ തുടങ്ങും. അവന് പിന്നെ
അടുത്തൊരു വാക്യം ഞാൻ പറയാം, പെട്ടെന്ന് ഞാൻ തന്നെ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. രാജാവ് ഉടനെ പറഞ്ഞു, ആ 3 ചെറുപ്പക്കാരെ വിളിക്ക്, പുറത്തു വരാൻ പറ. നാലാമതൊരാൾ കൂടെ നടക്കുന്നു. ഇന്ന് ദൈവം നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ട്. ഓർത്തോ, ദൈവം നമ്മളോടൊപ്പം നടക്കുമ്പോൾ ഒരു ശത്രുവിന് നമ്മളെ പോലെ ചെയ്യാൻ പറ്റുമോ? തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ ആർക്കുള്ളതാണെന്ന് അറിയും, യേശു ആരാന്ന് അറിയും, യേശുവിന് നമ്മൾ ആരാണെന്ന് അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിക്ക് നമ്മളെ ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റത്തില്ല. രാജാവ് പറഞ്ഞു, അവരെ പുറത്തിറക്കാൻ പറഞ്ഞു. അവരെ വിളിച്ചു, അവരെ പുറത്തു വന്നു. ആ 3 ചെറുപ്പക്കാർ പുറത്തു വന്നിട്ട് രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും ഇവിടെ ആരാധിക്കുവാണെങ്കിൽ യഹോവയെ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇവിടെ ദൈവം ഒന്നേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇന്ന് പ്രിയ ദൈവങ്ങളെ, നമ്മളെ കുറിച്ച് ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മളെ സാക്ഷിക്കാൻ അനേകം ദിവസങ്ങളിൽ കാണാം. അവരെ പറയണം, യേശു ദൈവം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആ മാതൃകയെ സാക്ഷിയോ ദൈവജനമേ നമുക്കുണ്ടായാൽ മാത്രമേ ദൈവജനം നമ്മളെ നോക്കി മറ്റുള്ളവർക്ക് വരാൻ പറ്റുള്ളൂ. യേശു ഒരാൾ മാത്രമേ ഉള്ളൂ. സാക്ഷ്യമില്ലാത്തവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഇത് പകൽ സാക്ഷിയാവാൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. സാക്ഷിയാവണം, നമ്മൾ ദൈവത്തിന്റെ സാക്ഷിയാവണം. നമ്മളെ സാക്ഷ്യം കണ്ട് അനേകരെ ജീവിക്കുന്ന ദൈവത്തെ തിരിച്ചറിയണം. സാക്ഷ്യമില്ലാത്ത ദൈവജനത്തെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഇന്ന് സാക്ഷ്യമില്ലാത്ത ദൈവജനമാണ് ഏറ്റവും കൂടുതൽ. അതിനകത്ത് സാക്ഷ്യത്തോട് നിർത്താനാണ് ദൈവം നമ്മളെ വിളിച്ചത്. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വേറിട്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് സാക്ഷ്യം വേണം. ദൈവത്തെ കുറിച്ച്, ദൈവത്തിന് ഞങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയാൻ കാരണം ദൈവനാമത്തെ മറ്റുള്ളവർ അറിയണം, ഞങ്ങൾ വഴി അറിയണം, ഞങ്ങൾക്കൊരു സാക്ഷ്യം വേണം എന്ന് പറയാൻ പറ്റണം നമുക്ക്. ആരെങ്കിലും ചോദിക്കും, അയ്യോ അവരെങ്ങനെ ചെയ്യുന്നു, ഇവരെങ്ങനെ ചെയ്യുന്നു, പിന്നെ നിങ്ങൾ എന്തിനാ അങ്ങനെയെന്ന് പറയുമ്പോൾ പറയണം, ഞങ്ങൾക്ക് സാക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. കർത്താവിന്റെ സാക്ഷിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ യേശുവിനെ പറ്റി അവരറിയണം. സ്തോത്രം. ഞങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് തിരിച്ചറിയണം. പറയാനുള്ളതല്ല, പ്രവർത്തിക്കണം. രാജാവ് പറയുമ്പോ വിളംബരം ചെയ്തു. അന്ന് രാജാവ് വിളംബരം ചെയ്തു, സ്വർണ്ണമയമെല്ലാം ദൂരക്കളാം, ഇനി ഇവിടെ ഒറ്റ ദൈവമല്ലോ, യഹോവയായ ദൈവമേ, ആ ദൈവത്തെ ആരാധിക്കണം. അതെങ്ങനെ? ഈ 3 ചെറുപ്പക്കാർ അവരുടെ ജീവനെ പോലും പണയം വെച്ച് അവര് ജീവന് പ്രാധാന്യം കൊടുക്കാതെ അവര് പിതാക്കന്മാരെ പഠിപ്പിച്ച വചനത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ ദൈവം അവരെ ഉയർത്തി മാനിച്ചു. അവരുടെ മധ്യയിൽ ഇറങ്ങി. അന്ന് അവരും തിരിച്ചറിയുന്ന കർത്താവിനെ എപ്പോഴാണ്? സ്വന്തം അതുവരെ അവര് തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് പറയുന്നത് 4ാമതൊരാൾ കൂടെ. അപ്പോഴും ഓർത്തോണം, ഏത് ആപത്തിലും പ്രതികൂലത്തിലും ആര് വരും? കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല. എല്ലാ ദൈവമൊക്കെ എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് പകരുന്ന പൂർണ്ണ ഹൃദയത്തോട് ദൈവസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് ആപത്തിലും ഏത് പ്രതികൂലത്തിലും നമ്മളെ മധ്യയിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, നമ്മളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് ഇന്ന് പകരം നമ്മൾ ദൈവസ്ഥനിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഞാൻ കർത്താവിനെ പ്രാധാന്യപ്പെട്ടവനാ, ഞാൻ കർത്താവിനെ പ്രാധാന്യപ്പെട്ടതാ. എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിനകത്ത് എനിക്ക് എന്റെ എല്ലാത്തിനും കീഴിലായി ഞാൻ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടതാ, ദൈവത്തിന് പ്രാധാന്യപ്പെട്ടതാ. അതേപോലെ എന്റെ ദൈവം, അപ്പ എന്റെ വീടോ എന്റെ സ്വത്തോ എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ ഭർത്താവോ ഇതിനെല്ലാം അപ്പുറമാണ് എന്റെ ദൈവം. ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഇതല്ല കാര്യം. എനിക്ക് ദൈവത്തിന് ഞാൻ പ്രാധാന്യമാണെങ്കിൽ എന്റെ ദൈവം എനിക്ക് പ്രാധാന്യമാണ്. അപ്രകാരം സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവജനമേ, നീ